വളരെ സുപരിചിതമായൊരു വാക്യം വായിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി നമുക്കൊന്ന് വായിക്കാം. അടുത്ത വാക്ക്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. വായിച്ചാട്ടെ. യാചനയാലും അടുത്ത വാക്ക്, പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ഈ വചനം കേൾക്കാത്തവരാരുമില്ല. പക്ഷേ ഗോഡ്സൺ പാസ്റ്റർ വിളിച്ചു കഴിഞ്ഞപ്പോഴേ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. ഇന്ന് തുടക്ക സെഷനാണ്. എന്നെക്കാളും ശ്രേഷ്ഠ ദൈവദാസന്മാരെല്ലാം വരുന്നുണ്ട്. സ്പിരിച്വൽ വാർഫെയർ എന്നൊരു വിഷയം നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മടിപ്പിച്ച് കളയുന്ന വ്യാപാരങ്ങൾ ഈ ദിവസങ്ങൾ അഴിഞ്ഞേ ഒക്കത്തുള്ളൂ. നമ്മളെ തുടക്കത്തേക്കാൾ ഒടുക്കം നല്ലതാകണം. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? വർഗീസ് പാസ്റ്ററൊക്കെ വളരെ സീനിയറായ ദൈവദാസന്മാരെ നമ്മുടെ മുമ്പിലുണ്ട്. ഇറങ്ങിയ കാലഘട്ടങ്ങൾ വളരെ ശക്തന്മാരായവർ ഇടയ്ക്ക് വെച്ചൊക്കെ പതറിപ്പോയി നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇന്ന് പകൽ അങ്ങനെ പതറാത്തൊരഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കാൻ പോകാം. എത്ര പേരത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. എത്ര ശക്തി നിനക്ക് നേരെ എഴുന്നേറ്റാലും, എത്ര ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ എഴുന്നേറ്റാലും തരണം ചെയ്യിക്കുന്നൊരു ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകൽ ചിലതിൻ്റെ മേൽ വ്യാപരിക്കാൻ പോവാം. യേശുവിൻ്റെ രക്തം ജയം. തലമുറകളെ തെറ്റിക്കുന്നത്, കുടുംബജീവിതങ്ങളെ തെറ്റിക്കുന്നത്, 2 പേരുകളെ തെറ്റിക്കുന്നത്, ഒരു സഭ ഉടലെടുത്തു കഴിഞ്ഞാൽ വലിയ പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന വ്യാപാരങ്ങൾ അഴിയണമെങ്കിൽ പ്രാർത്ഥന എന്ന വലിയ അധികാരം ചിലതിൻ്റെ മേൽ ഇന്ന് വ്യാപരിച്ചേ ഒക്കത്തുള്ളൂ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ പറ കർത്താവേ ഒരു ദൈവപ്രവൃത്തി. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തോണം, ഉപവാസം ഇരിക്കുമ്പോഴാണ് അന്നൊരു തെറ്റലുണ്ടാകുന്നത്. 2 പേർ ഒരേ കുഴിയിൽ ചാകാൻ നിന്നവർ പിന്നെ കണ്ടാൽ മിണ്ടാത്തൊരു എനിക്കറിയാം. ഇതൊക്കെ വരുന്നത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം കൊണ്ടല്ല. ചില ദേശത്തിൻ്റെ ശക്തികളെ അഴിക്കാൻ സഭയുടെ മേൽ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പകൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ യേശുവിൻ്റെ ശക്തിയെപ്പറ്റിയും യേശുവിൻ്റെ മഹത്വത്തെപ്പറ്റി പറയുമ്പോൾ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ ആ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈ ഉപവാസത്തിൻ്റെ തുടക്ക സെക്ഷനുകളിൽ ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു, ദൈവശക്തി ചിലരുടെ മേൽ വ്യാപരിച്ചിട്ട് അവൻ്റെ തന്ത്രങ്ങളെ ജയിക്കുന്ന ഒരു വലിയ ആർമി ഈ ദിവസങ്ങൾ ഇവിടെ എഴുന്നേക്കാൻ പോകുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. എത്ര പേരത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഒന്ന് ഓർത്തു നോക്കി. എപ്പോഴൊക്കെ 2 പേർ ഉപവാസം ഇരുന്നിട്ടുണ്ടോ
ഭാര്യ ഭർത്താക്കന്മാർ അന്ന് വരെ വിഷയമില്ലെങ്കിൽ അന്ന് ഒരു ഒരസലുണ്ടാകും, പിന്നത്തേതിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇതൊക്കെ ചെല്ലുമ്പോൾ ഓർത്തോണോ, നിങ്ങളത് പഞ്ചാര ഇടാത്തോണ്ടോ അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞതിൻ്റെ വിഷയമല്ല. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ചിലതൊക്കെ നടക്കുമെന്ന് തിരിച്ചറിഞ്ഞാൽ മുന്നമേ അതിനെ ഉടച്ചു കളയുന്ന വ്യാപാരങ്ങൾ ഇന്ന് പകൽ അഴിക്കുന്നൊരു സഭ എഴുന്നേക്കാൻ പോകുകയാണ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്ന എനിക്കറിയത്തില്ല. ഒരു പ്രവാചകനാണോ, പ്രവാചകൻ്റെ മേൽ ദൗത്യങ്ങൾക്കാണെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഇസബേലി വ്യാപാരങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടത്തില്ല. പക്ഷേ ചില വാക്കുകൾ കൊണ്ട് നിന്നെ ഒതുക്കി, നിന്നെ ഡെസ്റ്റിനിയിൽ നിന്ന് മാറ്റി, ഒന്നുകൂടെ പറഞ്ഞാൽ നിൻ്റെ ഫോക്കസ് തെറ്റിച്ച് ഒരിക്കലും എത്താൻ പറ്റാത്ത ചില മേഖലയിൽ ഡിസേർട്ടിലേക്ക് കൊണ്ടുപോയി ഇനി മതി എന്ന് പറയുന്ന ചില വ്യാപാരങ്ങൾ ഈ ദേശത്തുനിന്ന് അഴിച്ച് സഭയെ എഴുന്നേൽപ്പിക്കുന്ന വലിയ ആർമി ഇവിടെ എഴുന്നേൽക്കുന്ന ഒരു കാഴ്ച എൻ്റെ ദൈവം എന്നെ കാണിക്കുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ അഭിഷക്തന്മാരല്ലേ, പാസ്റ്റർമാരല്ലേ, അവർക്കിതൊക്കെ സംഭവിക്കുമോ? ഇന്ന് പകൽ ഏത് മനുഷ്യനെയും വൃതന്മാരെ കൂടെ തെറ്റിച്ച് കളയുന്ന ചില വ്യാപാരങ്ങൾ ഇന്ന് പകൽ സഭ അതിനെ അഴിച്ച് ഒരു വലിയ അധികാരത്തോട് ചിലത് എഴുന്നേക്കുന്ന ഒരു കാഴ്ച ഇന്ന് പകൽ ദൈവം എന്നെ കാണിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ അങ്ങനെ ഒരു അധികാരം ഈ ഹോളിനകത്ത് വ്യാപരിക്കാൻ പോകുകയാണ്. വ്യക്തിപരമായി ജീവിതത്തിൽ വ്യാപരിക്കാൻ പോകുകയാണ്. ഓൺലൈനിൽ കേൾക്കുന്നവരിന്ന് പ്രാർത്ഥിച്ചാണ് കുടുംബത്തിൽ വ്യാപരിക്കുന്ന എല്ലാ ഡിസ്പ്യൂട്ടുകളും ഇന്ന് പകൽ അഴിയാൻ പോകുകയാണ്. വലിയ വിളിയുള്ളവരെയൊക്കെ തെറ്റിച്ച് കളയുന്ന വ്യാപാരങ്ങൾ അഴിക്കുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായി, സഭയ്ക്ക് വിരോധമായി, ദേശത്തിന് വിരോധമായി നിൽക്കുന്ന സകലവിധ വിഷയങ്ങളും ഇന്ന് പകൽ അഴിച്ച് സഭ മുന്നേറുന്ന ഒരു ആർമിയായി തീരുന്ന ഒരു അധികാരം ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുക. ഷൈഡകല്ലഘടകം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുടെ അകത്തോട്ട് കേട്ടിട്ട് ഈ വിഷയത്തിൽ കയറാം. സ്തോത്രം. വലിയ സ്വപ്നമുണ്ടോ? വലിയ പ്രതിസന്ധികളുണ്ട്. മിണ്ടുന്നില്ല. സ്തോത്രം. വലിയ വിളിയുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങൾ വരും. യേശുവിൻ്റെ രക്തം. ഒരു സാധാരണ മനുഷ്യരാണോ? നിനക്കൊന്നും ഒരു വിഷയമില്ല. നിൻ്റെ തലമുറയുടെ മറ്റ് ഒരു ഭയങ്കര വിളി കിടപ്പുണ്ടോ? അവനെ മാത്രമായിരിക്കും ഫോക്കസ്. പക്ഷേ ഇതിനെയൊക്കെ അഴിക്കാനുള്ളൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. യേശുവിൻ്റെ രക്തം ചെയ്യും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ അധികാരം. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? ഇപ്പോൾ തലമുറ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരെ അഴിക്കാനുള്ള ദൈവത്തിൻ്റെ അധികാരമാണ് നിൻ്റെ മേൽ കിടക്കുന്നത്. യേശുവിൻ്റെ രക്തം ചെയ്യും. സഭയെ ഉപദ്രവിക്കുന്ന ഒരു മേഖലയാണോ പൗലോസേ നിൻ്റെ മേൽ കിടക്കുന്നത്? സഭയെ ഉദ്ധരിക്കാനുള്ള വിളിയാണ് നിൻ്റെ മേൽ കിടക്കുന്നത്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുമെന്ന് എനിക്കറിയത്തില്ല. എത്ര ആത്മാക്കളെ വിടുവിക്കുമെന്ന് അവനറിയാം. നീ ജനിക്കുമ്പോഴേ അതിനു മുമ്പാകെ നിന്നെ മാറ്റി അതിനെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അടിക്കുന്ന ചില വ്യാപാരങ്ങൾ ഡമാസ്കസിൻ്റെ പടിവാതുക്ക വെച്ച് ദൈവത്തിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ ഇറങ്ങി ശൗലിനെ പൗലോസാക്കുന്ന ഒരധികാരം ഇന്ന് പകൽ ഉപവാസത്തിൻ്റെ തുടക്ക നിമിഷത്തിൽ വ്യാപരിക്കാൻ പോവാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഗോഡ്സൺ പാസ്റ്റർ എന്നെ കാണിക്കുന്നുണ്ട്. പിശാചിൻ്റെ തന്ത്രമെന്ന് പറഞ്ഞാൽ ശൗലായി ജനിച്ച് ശൗലായി തീരാനാണെങ്കിൽ, ശൗലായി ജനിച്ചത് സത്യമാണെങ്കിൽ ഇതിനെ ശൗലായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ അകത്തെ പൗലോസിനെ എഴുന്നേൽപ്പിക്കാതെ ഇന്ന് പകൽ ദൈവം തിരിച്ചു പോകത്തില്ലെന്നൊരു കാഴ്ച എൻ്റെ ദൈവം എന്നെ കാണിക്കുന്നു. തുടക്ക നിമിഷത്തിൽ മാതാപിതാക്കൾ പ്രാർത്ഥന കയറിക്കാട്ട്. ഇന്ന് പകൽ വിളിയുള്ള ചില തലമുറകളെ ഒതുക്കുന്ന ചില മേഖലയിൽ നിന്ന് അവൻ്റെ വിളിയിലേക്ക് അവനെ എടുത്ത്
എടുത്തെറിയിക്കുന്ന ചില അധികാരങ്ങൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാട്ട് ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം എന്നോട് പറയാൻ പറയുന്നു. ജല ആയിരക്കണക്കിന് ആൾക്കാരെ പൊക്കിയെടുക്കാനുള്ള വിളി നിന്റെ മേ കിടക്കുമ്പോൾ നിന്നെ ശൗലായി ജനിപ്പിച്ച് ശൗലായി തീർത്തു കളയുന്ന ചില വ്യാപാരങ്ങൾ ഈ പകൽ അഴിക്കുന്ന ഒരു കാഴ്ച എൻ്റെ ദൈവം എന്നെ കാണിക്കുന്നു. ഇന്ന് പകൽ ഗോഡ്സ് ആൻഡ് ബാസ്റ്റർ ചർച്ചിനോട് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുന്നു. ഇതൊരു സാധാരണ ഉപവാസമല്ല, ഇത് നിന്നെ നിയോഗത്തിലേക്ക് ഇന്ന് പകൽ വലിച്ചു കയറ്റുന്നതാണ്. രക്തം മറ്റുള്ളവർക്കില്ലാത്തൊരു ഉടുപ്പ് നിനക്ക് വീണാൽ അന്നേരം മുതൽ വിഷയമാണ്. യേശുവിൻ രക്തം ചെയ്യും. ഇപ്പം നോക്കിയേ, ഇവിടെ നിനക്ക് വിഷയം മറ്റുള്ളവർക്ക് ലഭിക്കാത്ത എന്തോ ഒരു കവറിങ് നിൻ്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ ഇതിനെ കീറാനേ ശത്രു നോക്കത്തുള്ളൂ. പക്ഷെ എത്ര കീറിയാലും നിനക്ക് വേണ്ടി ഒരു ഉടുപ്പ് ഇന്ന് പകൽ ദൈവം കൈമാറും. യേശുവിൻ രക്തം ജയം. വിളിയുള്ളവനെ സഹോദരങ്ങൾ ഒതുക്കാൻ നോക്കിയാലും പൊട്ടക്കിണറ്റിക്കൊണ്ട് തള്ളാൻ നോക്കിയാലും എന്തൊക്കെ വന്നാലും നിന്റെ യുദ്ധം അവസാനിപ്പിക്കുക. നിന്റെ അകത്ത് വിളിയുള്ളവൻ്റെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പണമില്ലായ്മയല്ല, വിളിയുള്ളവനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അകത്തെ യുദ്ധങ്ങളാണ്. ഇന്ന് പകലെ യുദ്ധം അവസാനിപ്പിക്കുന്ന പകലെന്ന് ഞാൻ വിശ്വസിക്കും. നിന്നെ കൊണ്ട് തോന്നിപ്പിക്കും ഇനിയും സാധ്യതയില്ല, നിന്നെ കൊണ്ട് തോന്നിപ്പിക്കും ഇനിയും രക്ഷയില്ല, നിന്നെ കൊണ്ട് തോന്നിക്കും ഈ വാഗ്ദത്തങ്ങളൊക്കെ ഇനിയും നടക്കുമോ. അത്രമാത്രം പ്രഷറിനകത്ത് നിന്നെ കൊണ്ടിട്ടാലും നീ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ഇപ്പം വേറൊരുത്തിയുടെ കയ്യിലാണെങ്കിലും നാട്ടുകാരെ മുഴുവൻ നിനക്കെതിരായാലും ഇന്ന് പകൽ അവിടെ നിന്നുകൊണ്ട് ഞാൻ ദൂത് പറയാം, എല്ലാ ശക്തികളെ മാറ്റിയിട്ട് നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഗ്ലോറി ഈ ഉപവാസത്തിൻ്റെ തുടക്കം നിമിഷത്തിൽ ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്ന് പകൽക്കാലം പേരൻസുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. നിന്റെ ആൺതലമുറ, നിന്റെ പെൺതലമുറ, ആ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധങ്ങളെ ഉലച്ച് അഭിഷേകമുള്ളവരെയെല്ലാം തെറ്റിച്ച് കളയുന്ന വ്യാപാരത്തിൽ നിന്ന് അഴിക്കുന്ന ചില മേഖലകൾ ഈ പകൽ അഴിയാൻ പോകുക. ഈ തുടക്കം നിമിഷത്തിൽ ഞാൻ ഈ ദൂത് പറയുന്ന സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നു ഒരു വിടുതലിൻ്റെ പകലാണെന്ന്. പത്താം വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തിരികുക. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. ഞാൻ TPTയുടെ ഒരു വേർഷൻ ഒന്ന് വായിക്കുക. നൗ മൈ ബിലൗഡ് വൺസ്, ഐ ഹാവ് സേവ്ഡ് ദീസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത്സ് ഫോർ ലാസ്റ്റ്. ബി സൂപ്പർനാച്ചുറലി ഇൻഫ്യൂസ്ഡ് വിത്ത് സ്ട്രെങ്ത് ത്രൂ യുവർ ലൈഫ്. അടുത്ത വാക്ക് കിടക്കുന്ന യൂണിയൻ വിത്ത് ദ ലോഡ്. എങ്ങനെ കർത്താവിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ വ്യാപരിക്കുന്നെന്ന് പറയുമ്പോൾ ഈ ഭാഷ കിടക്കുക നമ്മളും കർത്താവുമായിട്ടുള്ള യൂണിയൻ ഇന്ന് പകൽ വീണ്ടും റെസ്റ്റോറായാൽ ക്രിസ്തുവിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കും. യേശുവിൻ രക്തം ചെയ്യും. ഇവിടെ ഇരിക്കുന്ന സീനിയറായിട്ടുള്ള ദൈവദാസന്മാരും നിങ്ങൾ പ്രായമുള്ളവരോടും ചോദിച്ചാൽ അറിയാം, പണ്ട് നടന്നതിൻ്റെ പകുതി പോലും ഇപ്പോൾ നടക്കുന്നില്ല അല്ലേ? നടക്കുന്നുണ്ടോ സോഷേ? ഇല്ല. നിങ്ങൾ അംഗീകരിക്കുന്നവർ പണ്ട് നടക്കുന്ന കർത്താവ് സെയിമാ, പക്ഷെ അങ്ങനെ ക്യാരി ചെയ്യുന്ന ചിലർ ഇന്നില്ല. യേശുവിൻ രക്തം ചെയ്യും. എത്രയോ പാട്ടുപാരത് എനിക്കറിയാം. പക്ഷേ ഇന്ന് ദൈവദാസൻ നിന്നപ്പോൾ വേറൊരു ദൈവശക്തി വ്യാപരിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം പാട്ട് പാടുന്ന ടാലൻ്റ്, വായിക്കുന്നത് ടാലൻറ്റിലല്ല കാര്യം നടക്കുന്നത്, കൃപയ്ക്കകത്താണ് ദൈവസാന്നിധ്യം. യേശുവിൻ രക്തം ചെയ്യും. പണ്ഡിത രമാഭായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പൂനെയിൽ മുക്തി മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് സ്തോത്രം
ഇങ്ങനെയാണ് ഗോഡ്സൺ പാസ്റ്ററെ അവിടെ ആ ചരിത്രം പറയുന്നത്. 6 മാസം ഇച്ചിരൂടെ കോൺസിക്രേറ്റായിട്ടിരുന്ന് പ്രാർത്ഥിച്ചെന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ ഇച്ചിരൂടെ ഫെയർവൻ്റായി ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ചെന്ന്. യേശുവിൻ രക്തം ജയം. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ, എല്ലാവരുടെ മേലും അഭിഷേകമുണ്ട്. പക്ഷെ കർത്താവിൻ്റെ ശക്തി വഹിക്കണോ, നീയും ദൈവമായിട്ടൊരു ഭയങ്കര ബന്ധം. യേശുവിൻ രക്തം ജയം. മേരിക്കോവർ ആൻറ്റി എന്ന് കേട്ടിട്ടുള്ളവരൊന്ന് കൈവകിക്കേ. മേരിക്കോവർ ചിലർ കണ്ടവരുണ്ടോ? കണ്ടവർ സ്വോത്രം കേട്ടോ. കണ്ടവരിവിടെ ഉണ്ട്. യേശുവിൻ രക്തം ജയം. പുള്ളിക്കാരി ഒരു ദിവസം കർത്താവിൻ്റെ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിൽ ഇന്നത്തെ കാലത്തെ പോലെ ഇങ്ങനത്തെ വലിയ സംഭവങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഓല മേഞ്ഞതും ഇടതും വലതും ഇങ്ങനെ സ്ത്രീകളിരിക്കും, വലതുവശത്ത് അല്ലെങ്കിൽ പുരുഷന്മാരിരിക്കും. ഞാൻ അത് കണ്ട ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, എമറീസ് പാസ്റ്ററെ, ആ ദേശത്തിലെ ഒരു ആഭാസൻ വലിയ വാളുമായിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആൾക്കാരെല്ലാം ചിതറി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മേരിക്കവരാൻ്റെ അവിടെ നിന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ. ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. വരുന്നവൻ അവിടെ മുട്ടുകുത്തി. പിന്നെ 2.5 മണിക്കൂർ കർത്താവിൻ്റെ വചനമാറ്റി സംസാരിച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ മനുഷ്യൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വന്ന സെക്കൻഡ് മുതൽ ഹല്ലേലൂയ പറയുന്നുണ്ട്. പക്ഷേ വിളിയുള്ളവനും അഭിഷേകമുള്ളവൻ്റെയും ഹല്ലേലൂയക്കകത്ത് മനുഷ്യനെ തിരിക്കുന്ന ശക്തിയുണ്ട്. ഇന്ന് പകൽ ഞാൻ ഈ 1-ാം ദിവസം ദൈവത്തിൻ്റെ ദൂത് പറയുമ്പോൾ ഹല്ലേലൂയക്കകത്ത് പോലും ദൈവത്തിൻ്റെ ശക്തി ഒളിപ്പിച്ചു വെച്ച് ഈ ദേശത്തിനകത്ത് ചിലതിനെ അഴിക്കാനുള്ള അധികാരം ഇന്ന് പകൽ ചിലതിൻ്റെ മേൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ നമുക്കെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. അഭിഷേകമുള്ളവൻ കയറി നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു കുളിർമയുണ്ടാകും. ആ കുളിർമയുടെ അപ്പുറത്ത് ഒരു ശക്തി വഹിക്കണമെങ്കിൽ ഒരു പ്ലഗിനകത്തൂടെ പവർ കയറുന്നത് പോലെ ഇന്ന് പകൽ നസ്രയനായ യേശുവിൻ്റെ അകത്തു നിന്ന് ഒരു റീയൂണിയൻ ഈ സഭയ്ക്കകത്ത് വരുത്താൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് കരങ്ങൾ അടിച്ച് ഇന്ന് പകലൊന്ന് ദൈവത്തെ സ്തുതിക്കുക. കർത്താവേ, supernaturally infused with the strength through your life union with the Lord. ഇന്ന് പകൽ സൂപ്പർനാച്ചുറലി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇൻഫ്യൂസ് ചെയ്യാൻ ഒരു തലമുറ പാസ്റ്റർ ഇവിടെ എഴുന്നേക്കാൻ പോകുകയാ. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? സൂപ്പർനാച്ചുറലി ഇൻഫ്യൂസ് ചെയ്യുന്ന കർത്താവിൻ്റെ ശക്തി വഹിക്കുന്ന ഒരു തലമുറ ഈ 1-ാം സെക്ഷനിൽ വ്യാപരിക്കും. സ്വത്രം മോളെ, ഞാൻ ഇച്ചിരൂടെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും വരുമോ? പക്ഷേ ഇറങ്ങിക്കോട്ടെ ഞാൻ. സ്വത്രം, നിങ്ങൾ എൻ്റെ കൂടെ വരണേ. സ്വത്രം. ദൈവാസനെ, യേശു ഒരാളിടത്തിലേക്ക് ചെല്ലുക. യേശു പറയുക, ഫോളോ മീ. എന്തോ നമ്മുടെ വചനം പറഞ്ഞ് പറ. മുഴുവൻ ഉപേക്ഷിച്ച് പുറകെ പോന്നു. അപ്പം ഈ യേശുവിൻ്റെ മേൽ വ്യാപരിച്ച എന്നാ സൂപ്പർ നാച്ചുറൽ പവറാ മിണ്ടുന്നില്ല. ഇന്ന് അതേ ശക്തി ചിലതിൻ്റെ മേൽ വ്യാപരിക്കും. മോനെ, നിങ്ങൾ ആത്മാവിൽ പോവുകയാണെങ്കിൽ ചിലരെ കൈ കൊടുക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും. സൂപ്പർ നാച്ചുറലി ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു യൂണിയനിലേക്ക് ഈ തുടക്ക സെക്ഷനിൽ ചിലരെ വിളിക്കുക. യേശുവിൻ രക്തം ചെയ്യും. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? മാങ്ങാനം ഉപദേശി എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഞാനൊക്കെ ആണെങ്കിൽ അഭിഷേകം പ്രാപിച്ചത് ഒരിക്കൽ ഞങ്ങളുടെ ഡാഡി ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ കൈവച്ചപ്പോൾ അന്യഭാഷ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ചിലരുടെ മേൽ വ്യാപരിക്കുന്നത് സൂപ്പർ നാച്ചുറൽ ഇൻഫ്യൂസ് ചെയ്യുന്ന കർത്താവിൻ്റെ ശക്തി. ഇന്ന് പകൽ ഗോഡ്സൺ പാസ്റ്ററെ ആൻറ്റി പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, സൂപ്പർ നാച്ചുറൽ ഇൻഫ്യൂസ് ചെയ്യുന്ന സ്ട്രെങ്തിനെ വലിച്ചെടുക്കുന്ന ഒരു തലമുറ
ഈ പകൽ ഇവിടെ എഴുന്നേക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ന്യൂയോർക്കിന്റെ പട്ടണത്തിനകത്ത് റോക്ക്ലൻഡിൽ ഇന്ന് പകൽക്കാലം ഈ ഏരിയക്കകത്ത് ചിലരെ വഹിക്കുന്നത് ഒരു അസാധാരണമായ ദൈവകൃപയാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവേ ഒന്ന് റീയൂണിയൻ ചെയ്യുന്ന, ഹല്ലേലൂയ, യേശുവുമായിട്ട് ഒരു യൂണിയനിലേക്ക് എത്തപ്പെടുന്ന ചില മേഖലകൾ ഈ പകൽ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ അഭിഷേകത്തിനെതിരെയും ആത്മശക്തിക്കെതിരെയും വ്യാപരിച്ച് ഇതൊക്കത്തില്ലെന്ന് പറഞ്ഞ് ഇത് കൊള്ളത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം എന്നോട് പറയുന്നു, ഇങ്ങനെയൊരു തലമുറ എഴുന്നേക്കാൻ പോകുക. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയുമ്പോൾ 38 വർഷത്തെ ചരിത്രത്തെ മാറ്റിക്കളയുന്ന ചില വ്യക്തികൾ ഇന്ന് പകൽ ഇവിടെ എഴുന്നേക്കുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. അതിൻ്റെ അർത്ഥം പണത്തെക്കാൾ ഉപരി ഇന്ന് പകൽ വിശ്വസിക്ക്, യേശുവിൻ്റെ മേൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തി വീണ്ടും നിന്റെ അകത്ത് ഇൻഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പവർ ഈ പകൽ വ്യാപരിക്കുന്ന ഒരു കാഴ്ച എന്നെ ദൈവം കാണിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ തട്ടി. പോരാ പോരാ പോരാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങളുടെ തിരിച്ചറിയ ഒരു ദൈവത്തിന്റെ ശക്തി, അത് ഭയങ്കര ശക്തിയാ. ഇന്ന് പകൽ നീയും കർത്താവുമാണ്. യെസ്, be supernaturally infuse the strength through your life. നിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഈ ശക്തി കിടക്കുന്നു. അമ്മേ, പണ്ഡിത രമാഭായിയുടെ അവിടെ ആൾക്കാർ മനസ്സാന്തരപ്പെടുമ്പോഴും ആൾക്കാർ അസാധാരണമായ ദൈവപ്രവൃത്തി വന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ അന്ന് ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത്, വിഷമേറിയ പാമ്പുകളെ അവരുടെ കോമ്പൗണ്ടിൽ വിട്ടു. രാത്രിയിൽ ഈ പാമ്പുകളെല്ലാം അകത്ത് കയറി കൊച്ചു കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് അവിടെ വന്ന് ആശ്രിതരായി കിടപ്പുണ്ട്. അവരെയെല്ലാം കടിച്ച് പണ്ഡിത രമാഭായി വന്ന് നോക്കിയപ്പോൾ ഒത്തിരി പേര് ചാകുകയും നൊര പകർന്ന് വരും. എല്ലാവരും പാനിക്കാവുന്ന സെക്കൻഡിൽ അതിനകത്തെ ഒരു പാമ്പിനെ എടുത്തിട്ട് താൻ പറഞ്ഞൊരു വാക്കുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ ഇപ്പോൾ യേശുവിൻ്റെ ശക്തി ഇറങ്ങണം. ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്കറിയണോ, അവിടെയുള്ള സകല പാമ്പുകളും ചത്തുപോയി. അടുത്ത വാക്ക്, വിഷം കയറിയ ചില മേഖലയ്ക്കകത്ത് ചത്തുപോയവരെ കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ വിഷം ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ പേരുടെയും വിഷം ഇറങ്ങി ലൈവായി തിരിച്ചു വന്നു. ഇന്ന് പകൽ അതേ യേശുവിൻ്റെ ആത്മാവ് ഇന്നും ചത്തുപോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഇവിടെ വെറുതെ ഇരിക്കാനൊക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അത്ഭുതങ്ങളെ കൊണ്ടും അടയാളങ്ങളെ കൊണ്ടും തെളിയിക്കുന്ന വർഷമായിരിക്കും 2024. ഗോഡ്സൺ പാസ്റ്ററോടും ചർച്ചിനോടും പരിശുദ്ധാത്മാവ് തുടക്ക നിമിഷത്തിൽ ദൂത് പറയുക, നാനാ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാത്ത ചിലത് ഈ സഭയ്ക്കകത്ത് കയറി വരുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. പാസ്റ്ററെ, പരിശുദ്ധാത്മാവ് ഈ ദേശത്ത് ഞാൻ ഒരിക്കലേ വന്നിട്ടുള്ളൂ. ഈ ദേശം ഡ്രഗിനും ഈ ദേശം ഇരുട്ടിനും ആഭാസരത്തിനുമായി മാത്രം പിശാച് വെച്ച ഇതേ സ്ഥലത്ത് വെളിച്ചമാക്കി നിന്നെ കയറ്റിയത് ദൈവമാണെങ്കിൽ ഇന്ന് പകൽ നീ നിൽക്കുന്ന മേഖലയ്ക്കകത്ത് ഇരുട്ടിനെ വകഞ്ഞു മാറ്റി വെളിച്ചം കയറ്റുന്ന യേശുവിൻ്റെ വക്താക്കളായി തീർക്കുന്ന ഒരു സഭയാക്കി ഇന്ന് പകൽ ഈ സഭ തീരുന്ന ഒരു കാഴ്ച എൻ്റെ ദൈവം എന്നെ കാണിക്കുന്നു. ഇന്ന് പകൽ അങ്ങനെ വിശ്വസിക്കുന്നവർ ഈ പകൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ഇന്ന് പകൽക്കാലം നീ വീട് വിട്ട് ഇറങ്ങി ഓടരുത്, ഈ സ്ഥലം വിട്ടു പോകരുത്, നീ വീട് വിൽക്കാൻ ശ്രമിക്കരുത്, നിന്നെ തൊടത്തില്ല. ഇന്ന് പകൽ വേലി കെട്ടി സൂക്ഷിക്കുന്ന നീ സംരക്ഷ വലയണത്തിലാണ് നിൽക്കുന്നത്.
യേശുവിൻ രക്തം ചെയ്യും. കുറച്ച് മാസ്റ്ററേ, ഞാൻ ഈ വചനം ഇതൊരു മെസ്സേജ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡ്. അത് വിശ്വസിക്കുന്നുണ്ടോ? സ്വോത്രം ചെയ്യാമോ? പക്ഷേ ഞാനൊരു ശബ്ദം കേൾക്കുക, ഇവിടെ നിന്ന് പോയാൽ മതി, വന്നത് അബദ്ധത്തിലാണെന്ന് വിചാരിക്കുന്ന ചിലരോട് ഞാൻ പറയുക, പോകല്ലേ. നിന്നെ നിൻ്റെ തലമുറയിൽ ഒരാളും തൊടാൻ അനുവദിക്കത്തില്ല. ചില വേലി ഞാൻ ആത്മാവിൽ കാണുക. ഇന്ന് അവിടെ ചെന്നിട്ട് പറയുക, നീ വേലി ഒന്ന് പൊളിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കാണാത്തൊരു ഫെൻസ് ഈ പകൽ ചില വീടിനകത്തുണ്ട്. നമ്മൾ കാണാത്ത ഫെൻസ് നിൻ്റെ തലമുറയുടെ മേൽ വെച്ചിരിക്കുക. ഇന്ന് പകൽ എന്തിനാ നിന്നെ ഈ ദേശത്ത് വെച്ചിരിക്കുന്നത്? നിന്നിലൂടെ ഒരു വിടുതൽ. മറ്റുള്ള ഫെൻസിനെ പൊളിച്ച് അവർ വരുന്ന നിന്നെ നശിപ്പിക്കാനാണെങ്കിൽ ചില മതിലുകളെ പൊളിച്ച് ക്രിസ്തുവിൻ്റെ ശക്തി അവിടെ ഇറക്കാം. ചില മതിലുകളെ പൊളിച്ച് ക്രിസ്തുവിൻ്റെ തേജസ് ചില വീടിനകത്ത് ഇറക്കാം. ഇന്ന് പകൽ ഒരു അനോയിൻറ്റിങ് ജനറേഷൻ ഇന്ന് പകൽ ഇവിടെ എഴുന്നേക്കുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. ഇങ്ങനല്ലേ തിരുവചനം പറയുന്നത്? ജാതികളുടെ ഗലിയില, ഇരുട്ടുള്ള ദേശത്ത് അവൻ അവിടെ പോയി അതിരുകളിൽ പാർത്തു കഴിഞ്ഞപ്പോൾ അതിരിനകത്തൂടെ ഒരു വെളിച്ചം വ്യാപരിച്ചു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഗോഡ്സൺ പാസ്റ്ററോട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടും ദൂത് പറയുന്നു, നിന്നെ എന്തിനാണ് ഈ അതിരിൻ്റെ അവിടെ? ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, ഇത് ഏതിൻ്റെയോ അതിരാ. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇത് ഏതിൻ്റെയോ അതിരിനകത്ത് ഈ സഭ നിൽക്കുന്ന കാഴ്ച ഇന്ന് പകൽ ഈ അതിരിനകത്തൂടെ പാസ്റ്ററെ അടുത്ത എന്നെ കാണിക്കുന്നു. ഈ ബൗണ്ടറി ക്രോസ് ചെയ്ത് അടുത്തൊരു ദേശത്തെ ഇവിടെ നിന്ന് പിടിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഈ തുടക്ക നിമിഷത്തിലെ ഈ പ്രവചന ദൂതനെ സ്വീകരിക്കുന്നവർ കരങ്ങൾ അടിച്ചു. നിങ്ങൾ വിശ്വസിക്കുക, ഇതേതോ ബൗണ്ടറിയുടെ അവിടെ നിൽക്കുന്നത്. ബൗണ്ടറി ക്രോസ് ചെയ്ത ദൈവത്തിന്റെ ശക്തി ചില വീടിനകത്തേക്ക്, ചില ദേശത്തിനകത്തേക്ക് ഇരുട്ടിനെ വകഞ്ഞു മാറ്റുന്ന ചില ദൈവത്തിന്റെ അധികാരങ്ങൾ ഈ പകൽ ചലിക്കാൻ പോകുകയാണ്. അല്പസമയങ്ങൾ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ ഉപവാസത്തിന്റെ 1-ാം ദിവസം എന്റെ അകത്ത് ശബ്ദം കേൾക്കുന്നു. ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി കൈകാര്യം ചെയ്യുന്ന ചിലത് ഇവിടെ ഉണ്ട്. ആത്മാവിൽ നിന്ന് പോരാടി പ്രാർത്ഥിച്ചാട്ട് ഒരു സ്പിരിച്വൽ വാർഫെയറിനകത്ത് ഇന്ന് പകൽ സഭ കയറി നിന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാട്ടെ. മാനസാന്തരം ഉളവാക്കുന്ന, ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുന്ന, ദൈവത്തിന്റെ ശക്തി കൈകാര്യം ചെയ്യുന്ന ഒരു തലമുറ ഈ പകൽ ഇവിടെ എഴുന്നേൽക്കാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. മലയാളികളല്ലാത്ത, സ്തോത്രം, ഒന്നുകൂടെ പറഞ്ഞ അമേരിക്കക്കാരല്ലാത്ത ചിലരെ നിങ്ങൾ പിടിക്കാൻ പോവാ. എത്ര പേർക്ക് ഈ ദൂത് പിടി കിട്ടുന്നുണ്ട്? യേശുവിൻ രക്തം ജയ. മലയാളികളല്ലാത്ത, അമേരിക്കക്കാരല്ലാത്ത വേറെ ഒരു ജാതി ഇതിൻ്റെ അതിരിനകത്ത് കിടക്കുന്ന ഞാൻ ആത്മാവിൽ കാണുക. ഇന്ന് പകൽ മുഴുവനത്തെയും കയറി പിടിക്കുന്ന
ക്രിസ്തുവിൻ്റെ ശക്തി ഇൻഫ്യൂസ് ചെയ്യുന്ന സൂപ്പർ നാച്ചുറൽ ജനറേഷൻ ഇവിടെ എഴുന്നേക്കുന്ന കാഴ്ച ആത്മാവിനെ കാണിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കാണുന്നത് ഹിന്ദിയിലേക്കല്ല, ഇംഗ്ലീഷിലേക്കല്ല, വേറൊരു ഭാഷ ഇവിടെ കറങ്ങുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ആത്മാവി പോരാടി പ്രാർത്ഥിച്ചാട്ട് ഇന്ന് പകൽ ദൈവമെന്നോട് പറയുന്നു, ഇങ്ങനെ ചില അഭിഷേകമുള്ളവരെ പിടിക്കാൻ. ഓ ജീസസ്, ജീസസ്, ജീസസ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അല്ലെങ്കിൽ കൂടെ അവിടെ കൂടെ നടന്ന യേശുവിനെ വീണ്ടും കാണിച്ചു കൊടുക്കണോ? വേണ്ട. ഇവരുടെ പള്ളികളിലല്ലേ യേശു വന്ന് പ്രസംഗിച്ച്? ഇവരുടെ പള്ളികളിലല്ലേ യേശു നിന്ന് രോഗികളെ സൗഖ്യമാക്കിയത്? ഈ പരീശന്മാർക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു യേശു ആരാന്ന്. സ്തോത്രം. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ചുംബനം കൊണ്ടാണോ യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടത്? ഒരിക്കലുമല്ല. ഞാൻ ഇപ്രകാരം വിശ്വസിക്കുന്നു, 3.5 വർഷം 12 എണ്ണം ഒരുമിച്ചേർന്ന് നടന്നപ്പോൾ ആളുകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒന്നായിപ്പോയി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു, ക്രിസ്തുവുമായി ചേർന്ന് നടന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്കകത്ത് ഒന്നാക്കി കളയുന്നൊരു ദൈവത്തിൻ്റെ കൃപ ഇവിടെ വ്യാപരിക്കുന്നു. അതുകൊണ്ടല്ലേ ക്രിസ്തുവിൻ്റെ വചനത്തിൽ പറയുന്നത്, ഞാനും നീയും ഒന്നാകുന്നത് പോലെ നമ്മിൽ ഒന്നാകേണ്ടതിന്. എന്തുവാ? ഞാനും നീയും ഒന്നാകുന്നത് പോലെ നമ്മിൽ ഒന്നാകേണ്ടതിന്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഗോഡ്സൺ പാസ്റ്ററെ 1ാമത്തെ സെക്ഷനിനോട് പറയുന്നു, നമ്മിൽ ഒന്നാകുന്നൊരു മേഖല ഈ പകൽ സംഭവിക്കണം. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? എത്ര മാതാപിതാക്കൾ ചേർന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഞാനും ദൈവവും ഒന്നാ, അതിനൊരു മാറ്റവുമില്ല. പക്ഷെ നമ്മിൽ ഇവർ ഒന്നാകേണ്ടതിന് എത്ര പേര് കരമടിച്ച് ഓ അട്ടകലകടക ജലകടക ജലകട അട്ടകതരകതരകടക ഷൈഡകലകടക ജലകടക അട്ടകജലകടക ജലകടക 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 അടികതരകതരകടക ഷൈഡകലകടക ജലകടക അതിരികതരകടക ഷൈഡകരകടക ജലകടക ജലകടക അട്ടകജലകടക ജലകടക ഷൈഡകടക ജലകടക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുത്തു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കാം? അപ്പം ഈ ഉപവാസത്തിൻ്റെ 1ാം സെക്ഷനിൽ ഒന്നാകുന്നൊരു മേഖല ഉണ്ടെങ്കിൽ നടക്കണം. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എഫീസ് ലേഖനം തന്നെ ഒന്ന് എടുത്താട്ടെ. എഫീസ് ലേഖനം തന്നെ ഒന്ന് എടുത്തോ. 5:30 നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അല്ലേ? നാം അവൻ്റെ ശരീരത്തിൻ്റെ, ആ കൈ ഒന്ന് കാണിച്ച് നോക്കിപ്പറ, ഇത് അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഒന്ന് പറ, ഇത് അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ. അപ്പോൾ ഗോഡ് സംഭാഷണേ, സൗഖ്യം പ്രാപിച്ചവരുണ്ടെങ്കിൽ കൈവെക്കാമോ? ഉണ്ടെന്നില്ല. നമ്മളിലൂടെ സൗഖ്യം പ്രാപിച്ചവരുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഒന്ന് കൈവെക്കേ. മോനെ ഫെയ്ത്സ, നീ മനസ്സിലാക്ക്, നിൻ്റെ പവറല്ല, നിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അവൻ്റെ ഭാഗമായതുകൊണ്ട് കൈവച്ചപ്പോൾ സൗഖ്യമായതാണ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽക്കാലം
അതേ അമ്മയോട് ഞാൻ ദൂത് പറയുക, അതേ അപ്പനോട് ഞാൻ ദൂത് പറയുക, നിങ്ങൾ ഇത് മനസ്സിലാക്കി നിൻ്റെ തലമുറയെ ചെന്ന് കൈവച്ചാൽ വെക്കുന്ന നിൻ്റെ കൈയല്ലായിരിക്കും, ആ അവയവത്തിൻ്റെ ശക്തി അവിടെ ഇറങ്ങി അവനെ തിരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ദൈവത്തെ സ്തുതിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ നമ്മുടെ വിഷയമെന്താ? യേശുവും ഞാനുമായിട്ട് ആണെങ്കിൽ ഒന്നാകുന്ന യൂണിയനായി ദൈവത്തിൻ്റെ ശക്തി മറ്റുള്ളവരിലേക്ക് വ്യാപരിപ്പിക്കുന്ന അന്തോ അധികാരം ഈ 1-ാം സെക്ഷനിൽ വ്യാപരിക്കാൻ പോകുകയാണ്. നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കാൻ പറഞ്ഞാൽ നമുക്കെവിടെ ശക്തിയുള്ളത്? എൻ്റെ കൈ അവിടെ വീഴുമ്പോൾ ഒരു അദൃശ്യമായ ദൈവത്തിൻ്റെ കരം അവിടെ വീണവരെ സൗഖ്യമാക്കുന്നത് പോലെ ഈ ഉപവാസത്തിൻ്റെ 1-ാം സെക്ഷനിൽ ചിലരോട് ഞാൻ ദൈവത്തിൻ്റെ ദൂത് പറയുന്നു. നിന്റെ നാവ്, നിന്റെ കണ്ണ്, നിന്റെ കൈ അത് നിന്റെ വകയല്ല, അവൻ്റെ ശരീരത്തിൻ്റെ അവയവമാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാല യേശുവിൻ്റെ നാമത്തിലും ഈ പകൽ ഞാൻ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഗോഡ്സൺ പാസ്റ്ററെ, അവൻ ഗലീലയിൽ കാല് ചവിട്ടി. അവൻ ജാതികളുടെ ഗലീല, ഇരുട്ടുള്ള ദേശം. അടുത്ത വാക്ക്, ആ ദേശത്തിനകത്ത് വെളിച്ചം വന്നു. എപ്പോഴാ വെളിച്ചം വന്ന്? when he entered that place. അവൻ എപ്പോഴാണോ ആ പ്ലേസിൽ എൻ്റർ ആയപ്പോൾ ആ പ്ലേസിൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നു. 2024 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പകൽ അവന് പകരക്കാരായി ഇന്ന് പകൽ പാസ്റ്റർ ഗോഡ്സനെ, പാസ്റ്റർ എ.എം. വർഗീസിനെ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ, ഇന്ന് പകൽ ജോബിൻ എലീഷയെ, ഇന്ന് പകൽ എന്നെ വെച്ചിരിക്കുന്നത് വെറുതെ ഇവിടെ കൂടെ നടക്കാനുള്ള അഭിഷേകമല്ല. ഇന്ന് പകൽ അവന് പകരക്കാരായി ഈ ദേശത്തിനകത്ത് എന്നെ ദൈവം കാലു വെപ്പിച്ചെങ്കിൽ ആ ദേശത്തിൻ്റെ അധികാരത്തിൻ്റെ തലങ്ങളെ അഴിക്കാനുള്ള ആ അഭിഷേകം നിന്റെ മേൽ കിടപ്പുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ദൈവത്തെ സ്തുതിക്കും? ഇന്ന് പകൽ ദൈവം എന്നെ പറയുന്നു, അധികാരമുള്ളവർ, യൂണിഫോം ഇട്ടവർ ഇന്ന് പകൽ യൂണിഫോം അഴിച്ച് പല ഏരിയകൾ നടന്നു കഴിഞ്ഞാൽ നിനക്കതിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം. അധികാരമുള്ളവൻ, സ്തോത്രം, യൂണിഫോം അഴിച്ചിട്ട് നടക്കല്ല. അധികാരമുള്ളവൻ യൂണിഫോം ഇട്ടാൽ മാത്രം മതി, പിന്നെ വേറൊന്നും നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം അധീനതയിൽ കയറ്റുന്നൊരു അധികാരം ഇവിടെ വ്യാപരിക്കാൻ പോവാ. എന്നോട് ഈ തുടക്ക സെക്ഷനിൽ പറയുന്ന 1-ാമത്തെ ദൂത് ഞാൻ സഭയോട് പറയാം, ഒന്നാകുന്ന ഒരു വലിയ മിനിസ്ട്രി. യേശുവിൻ രക്തം ജയം. നിൻ്റെ കൈ ദൈവത്തിൻ്റെ കൈയായി മാറും, നിൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണായി മാറും, നിൻ്റെ നാക്ക്. മാസ്റ്ററെ, എൻ്റെ ഫാദറിലോ ഒറീസയിലെ മിഷണറി ആയിരുന്നു. ഇപ്പം ദൈവം നിത്യത ചേർക്കപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോഴേ അവിടെ സ്നാനപ്പെടുത്തുമ്പോഴേ ഹിന്ദി വലിയ പിടുത്തമൊന്നുമില്ലെങ്കിലും പക്ഷേ തട്ടിമുട്ടാൻ ഇപ്പോഴും ക്യാഹേ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഇപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ അറിയാം. ഇനി നമുക്ക് അറിയാത്ത ഒന്നും മിണ്ടുന്നില്ല. ഇനി നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും പ്രസംഗം തെറ്റിച്ചാൽ അറിയാമല്ലോ അല്ലേ? പ്രസംഗത്തിന് വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ ഒരാൾ തെറ്റ് പറഞ്ഞാൽ ഉടനെ ക്യാച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ലാംഗ്വേജ് വലിയ പിടുത്തമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. കുറച്ച് മാസ്റ്ററെ, സ്നാനപ്പെടുത്താൻ പോകുമ്പോൾ നമ്മളിങ്ങനെ ഭക്തിയോടെ, ഒന്നാമത്തെ കാര്യം ഇത് മലയാളത്തിൽ നിന്ന് ഹിന്ദി കാണാതെ പഠിച്ചിട്ട് വേണം ഇത് സ്നാനപ്പെടുത്താൻ. അപ്പോൾ ആ ടെൻഷൻ നിങ്ങളൊന്ന് ഓർത്തോണം. മലയാളത്തിൽ ബുദ്ധിമുട്ടായ സമയത്താണ് അതിനെ ഹിന്ദിയിൽ എഴുതി പഠിച്ചിട്ട് നിൽക്കുമ്പോൾ പണ്ടാരോണ്ട് പറഞ്ഞില്ല, ഉറക്കെ സംസാരിക്കല്ലേ, എല്ലാം മറന്നു പോകുന്ന സ്റ്റേജിലാണ് നിൽക്കുന്നത്. അന്നേരമാണ് പുറകിൽ നിന്ന് വേറൊരുത്തം പറയുക, ഈ മുമ്പിൽ പോകുന്ന ഒരുത്തനെ നോക്കി, അവൻ്റെ നാക്കൊന്ന് മുക്കാൻ ശ്രമിക്കണം. അപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. അപ്പം ഞാൻ ചിന്തിച്ചു, നമ്മളിങ്ങനാണല്ലോ വെക്കുന്നത്, മൂക്ക് പൊത്തി വായടച്ച്. ഈ ഒരിക്കലും സ്നാനപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വായി വെള്ളം പോകുമെന്ന്. പക്ഷെ എനിക്ക് അദ്ദേഹം പറഞ്ഞതിൽ മനസ്സിലായൊരു കാര്യമുണ്ട്, ഇവൻ്റെ നാക്ക് ശരിയല്ല, ഇനി ഈ മുങ്ങുമ്പോഴെങ്കിലും ഈ ഇച്ചിരി വെള്ളം നാക്കിനകത്തൂടെ പോയി ഒന്ന് ശുദ്ധി വന്നാൽ കൊള്ളാമെന്നായിരുന്നു. പക്ഷേ
നമ്മളെല്ലാം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടും മൂക്ക് പൊത്തണം വായ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സാധ്യതയുമില്ല വായിക്കകത്ത് പോകാൻ. എന്താ ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വെള്ളത്തിൽ മുങ്ങിയാലും സ്തോത്രം എഴുന്നേറ്റ് വരുമ്പോൾ പഴയ സ്വഭാവങ്ങൾ ചലിക്കാതിരിക്കാൻ വേണ്ടി ഒരു തമാശ അവർ പറഞ്ഞതാ. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ചിലരെന്നോട് പറയാറുണ്ട്, ചിലർ പറയുന്നില്ലേ, ബൈബിള് വെച്ചോണ്ട് കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, നീ അങ്ങ് താത്തു വെച്ച് വല്ലതൊക്കെ അങ്ങ് പറ. മിണ്ടുന്നില്ല. ശുവിൻ രക്തം ചെയ്യും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് പകൽ ഈ ദേശത്തിനകത്ത് മൊത്തത്തിനൊരു മാറ്റം വരാൻ പോവാം. ഓ ജീസസ്, മൊത്തത്തിനൊരു മാറ്റം വരാൻ പോവാ. പകരക്കാരെ ചിലരിവിടെ ആവശ്യമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ചിലർ പറയാറില്ലേ, ഞങ്ങളുടെ അമ്മച്ചിയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇവിടെ വന്ന്. അങ്ങനെ ഒന്നുമില്ലേ? അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പോകാൻ്റെ നമുക്കെല്ലാം എനിക്ക് ഉൾപ്പെടെ പറയാനുണ്ട്, ഞങ്ങളുടെ അമ്മയുടെ പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്ന് തിരിയാൻ പോവാ. നിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് അടുത്ത തലമുറയും എഴുന്നേക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിൻ്റെ അപ്പച്ചൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞല്ലോ, നീ അങ്ങ് നടക്കാനല്ല. ഇന്ന് പകൽ നിന്നെ അതുപോലാക്കുന്ന എന്തോ ഒരു ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കാൻ പോവാ. അന്ന് യേശു കാലുവെച്ചതുപോലെ ഇന്ന് പകരക്കാരായി നിന്നെ ഈ ദേശത്തിൽ കാലുവെച്ചത് സത്യമാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, ആ ദേശത്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ആ കുടുംബത്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ കരമുയർത്തിയിട്ട് പറ, കർത്താവേ, ഞാൻ എൻ്റെ കണ്ണിനുമായിട്ട് നിയമം ചെയ്യുന്നു. തുടക്ക നിമിഷത്തിൽ യോബിനെ എലീശ പാസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, നാക്കിനെ ശുദ്ധീകരിക്കുക, കണ്ണിനെ ശുദ്ധീകരിക്കുക, കേൾവിയെ ശുദ്ധീകരിക്കുക. ഇത് വെറുതെയല്ല. വെളുപ്പിനെ 4 മണിക്ക് ഞാൻ ശബ്ദം കേൾക്കുക, മോനെ ചെന്ന് പറ, എനിക്ക് അവരുടെ കൂടെ നടക്കണം. ചെന്ന് പറ, എനിക്ക് അവരുടെ കൂടെ ഒന്ന് ഉലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഈ സഭയ്ക്കകത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇന്ന് പകൽ ചിലരുടെ കൈ യേശുവിന് വേണം, ചിലരുടെ കാൽ യേശുവിന് വേണം. ഇന്ന് പകൽ ഓൺലൈനിൽ കേൾക്കുന്നതോട് ഞാൻ പറയുക, ഇന്ന് പകൽ നിന്റെ നാവ് യേശുവിന് വേണം. നീ ഒരു കാര്യം പറഞ്ഞാൽ ചിലത് അടഞ്ഞു പോകാൻ പോകുക. നീ ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ അതിർവരം ഇടാൻ പോവുക. കാരണം നിന്നിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി അത് അളക്കാൻ പറ്റാത്തതാണ്. എഫേസ്യ ലേഖനം വെറുതെ പറയുന്നതല്ല. യേശു ക്രിസ്തുവിന്റെ അവന്റെ അമിത ബല ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേ. നമ്മൾ ചിന്തയ്ക്കപ്പുറമായി വ്യാപരിക്കുന്ന അവന്റെ അളവിന്റെ അപ്പുറം വരുന്ന വലിപ്പമുള്ള ഒരു ദൈവശക്തി ഇന്ന് പകൽ ചില കൂടാരത്തിൽ ഇറങ്ങാൻ പോവുക. വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഇറങ്ങാൻ പോകുക. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് വരെ നടക്കാത്ത ചിലത് ഇന്ന് പകൽ സംഭവിക്കാൻ പോകുക. ഈ ദിവസം 1-ാം സെക്ഷനിൽ ഏൽപ്പിക്ക്. ഇന്ന് പകൽക്കാലം അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനുമായി നിന്റെ കണ്ണ് കൂട്ടിമുട്ടാൻ പോകുക. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? നിന്റെ നാവ് അവന്റെ നാമമായി ചേരാൻ പോകുക. ഇന്ന് പകൽക്കാലം പറ, നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. സ്വത്രം പറയാൻ ആരെങ്കിലും ഉണ്ടോ? നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. പറ, നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എഴുന്നേറ്റ് നടക്കാൻ നിനക്ക് തയ്യാറുണ്ടെങ്കിൽ ഈ ദേശത്തിന്റെ കെടുതികൾ ഈ പകൽ അഴിയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ കോർസൻ പാസ്റ്റർ, ഞാൻ ഇങ്ങനെ ആത്മാവി നോക്കുമ്പോൾ ദൈവനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ഗദര ദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ വരുന്ന ചില കാറ്റുകൾ, അത് എന്തിനാണെന്നറിയാമോ? നിന്നെ ആ ദേശത്തിൽ കാലിയാവട്ടാതിരിക്കാനാ. നീ ഒന്ന് ഓർത്ത് നോക്കി, നിന്റെ മേൽ വലിയ വിളിയുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കാത്ത എത്രയോ കാലങ്ങൾ കാണാം. ഇന്ന് പകൽ അതിനെയൊക്കെ വകഞ്ഞു മാറ്റി നിന്നെ ഇവിടെ സ്ഥാപിച്ചത് ദൈവമാണെങ്കിൽ സ്വതന്ത്രം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽക്കാലം എവിടെയോ കിടക്കുന്ന ഗോഡ്സൺ പാസ്റ്റർ, എവിടെയോ കിടക്കുന്ന ജോബിൻ പാസ്റ്റർ, എവിടെയും കിടക്കുന്ന നിന്നെയും നിന്റെ തലമുറയെ പൊക്കിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്ന തടസ്സങ്ങൾ ഓർത്തോ. ആ തടസ്സം ഓർത്താ മതി. നിനക്കറിയണം ഇന്ന് വരെ പ്രവർത്തിക്കാത്ത ചിലത് ആ ദേശത്തിൽ പ്രവർത്തിക്കാനാ. ഇന്ന് പകൽ ചില കാറ്റുകളെയും കോളിളക്കങ്ങളെയും മറികടന്ന് നിന്നെ അവിടെ ചെന്നെങ്കിൽ ഓർത്തോ, ഇന്ന് വരെ നടക്കാത്തൊരു ദൈവപ്രവർത്തി നിന്റെ മേൽ നടക്കാൻ യേശുവിന്റെ നാമത്തിൽ ആത്മാവിനെ കാണിക്കുന്നു.
ടകലകടക ജലകടക ഷൈഡകലകടക ജലകടക ടകജലകടക ഷൈഡകലകടക ജലകടക ടകലകടക ജലകടക ഷൈഡകലകടക ജലകടക ടകലകടക ജലകടക ഷൈഡകലകടക ജലകടക അതരകദരക ദിരികദരികദരകദര കദരകടക ജലകടക ടകലകടക ജലകടക ഷൈഡകടകദരകദരകദരകദര. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ശബരബരബദരദരദര രഗദര 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 ധിരദര രഗദര രഗദര ധിരി 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 ടകജലകടക ഷൈഡകലകടക ജലകടക ഷൈഡകലകടക ജലകടക ടകലകടക ജലകടക ഷൈഡകലകടക ജലകദര രഗദരകടക ജലകടക ജലകചരക ജലകടക ദുരകദരകടക ഷൈഡകലകടക ജലകടക ഷൈഡകലകടക ജലകദരി കദരകടക ജലകടക. നിന്റെ ശരീരം അവൻ്റെ അവയവമാണ്. നിന്റെ ശരീരം അവൻ്റെ അവയവമാണ്. ഈ ഒന്നാം സെക്ഷനിൽ ഗോഡ്സൺ പാസ്റ്റർ ഞാൻ സംസാരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവെന്നെ കാണിക്കുന്നു. ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നശിപ്പിക്കുന്ന ചില വ്യാപാരത്തെ അഴിക്കാൻ ഇന്ന് പകൽ ദേശത്തിനകത്ത് നിന്നെ കാളിയൗട്ടാൻ പോകുകയാണ്. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഞാൻ ഈ ദൈവത്തിൻ്റെ ദൂത് പറയുമ്പോൾ എൻ്റെ പാസ്റ്ററെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞു, ശരീരത്തിന് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പകൽ ഇവൻ ചെയ്യുന്നത് മുഴുവൻ ഇവൻ്റെ മേലല്ല, ഇവൻ്റെ ശരീരത്തെയും ഇവൻ്റെ ആത്മാവിനെ നേരെ നിൽക്കുന്ന ചില ശക്തികളെ ഉടച്ചു കളയാൻ വ്യാപരിക്കുന്ന എല്ലാ വ്യാപാരങ്ങളെ അഴിച്ച് യേശു ഗദരദേശത്തിലേക്ക് കാലി ചവിട്ടിയതുപോലെ ഇന്ന് പകൽ ഈ ദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വിഷയത്തെ ഉരിമി ഒടിപ്പിക്കുന്ന ആർക്കും ഇങ്ങോട്ട് നോക്കിയാൽ ദൈവ മക്കളെ, എന്നെ പെട്ടെന്ന് ആ ഭാഗത്തിലേക്ക് അങ്ങ് നടത്തും. ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറയുവാണേ. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. കല്ലറകളിൽ നിന്ന് വന്ന് എതിരേറ്റു. എന്നോട് ദൈവം ഈ ദേശത്തെ പറ്റി പറയുക, വീടുണ്ടായിട്ടും വീട്ടിൽ താമസിക്കാൻ പറ്റാതെ മറുഭാഗങ്ങളിൽ താമസിക്കുന്ന ചിലരെ വിടുവിക്കാൻ ഈ സഭയെ ദൈവത്തിന് ആവശ്യമുണ്ട്. പക്ഷേ എനിക്ക് ഒരു ദിവസം വന്ന പരിചയമുള്ളൂ. പക്ഷേ പക്ഷേ എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് വീടുണ്ടായിട്ടും വീട്ടിൽ താമസിക്കാത്ത വ്യാപാരങ്ങൾ അഴിക്കാൻ ഇന്ന് പകൽ കർത്താവിൻ്റെ ശരീരങ്ങളെ ഇവിടെ ദൈവത്തിന് ആവശ്യമുണ്ട്. കർത്താവിൻ്റെ ചില ശരീരങ്ങളെ ഇവിടെ ആവശ്യമുണ്ട്. അതിൻ്റെ തലയധ്യായത്തിൽ അപ്പത്തെ കൊടുക്കുക, തലയധ്യായങ്ങളിൽ മീനിനെ എളുപ്പമാകുക, തലയധ്യായത്തിൽ ഏരിയകൾ വലുതാ. ഇന്ന് പകൽ എന്തിനാ ഗോഡ്സൺ പാസ്റ്ററെ ഈ കാട് പിടിച്ച സ്ഥലത്ത്, എന്തിനാ ഗോഡ്സൺ പാസ്റ്ററെ ഈ ഇരുട്ടുള്ള സ്ഥലത്ത്, എന്തിനാ ഗോഡ്സൺ പാസ്റ്ററെ നേരെ ചൊവ്വിനെ രാത്രികാലങ്ങളിൽ നടക്കാൻ പേടിയുള്ള സ്ഥലത്ത് ഇന്ന് പകൽ എഴുതിയിട ചിലതിനെ രക്ഷിക്കാൻ യേശുവിൻ്റെ ശരീരമാക്കി അവയവങ്ങളാക്കി ഇന്ന് പകൽ നടത്താൻ ഇന്ന് പകൽ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത് കേവലം വഴി തുറക്കുന്ന മെസ്സേജ് പറയാനല്ല, നിന്റെ മേ കിടക്കുന്ന അധികാരങ്ങൾ വിളിച്ചു പറയാനെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു കഴിഞ്ഞാൽ കരങ്ങൾ അടിച്ച് ഈ പകൽ യേശു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പോരാ പോരാ പോരാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ശരീരത്തിന് വിരോധമായി, ആത്മാവിന് വിരോധമായി നശിപ്പിച്ച് കളയുന്ന ചില വ്യാപാരങ്ങൾ വീടുണ്ടായിട്ട് കല്ലറകളിൽ നിന്നുകൊണ്ട് വ്യാപിക്കുന്ന അശുദ്ധാത്മാക്കളുടെ വ്യാപാരങ്ങളെ അഴിക്കാൻ യേശുവിന്റെ അവയവമായി നിൽക്കുന്ന എഴുന്നേൽക്കട്ടെ.
ടകടക ജലകടക ഷൈഡകലകടക ജലകടക അടക ജലകടക ജലകടക. യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം, യേശുവിൻ രക്തം ജയം. വാട്സപ്പ് പാസ്റ്ററെ, ഞാൻ ഈ ദൂത് അങ്ങോട്ട് പറയുമ്പോൾ പന്നിയുടെ അടുക്കൽ, പന്നിയുടെ കഴിക്കുന്ന ഇടത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ദൂർത്തടിച്ച് തകർന്ന ദൂർത്തുപുത്രനെ അറിയാമല്ലേ? ഞാൻ പക്ഷേ ഈ സഭയ്ക്കകത്തേക്ക് നോക്കുമ്പോൾ കർത്താവിനെ കാണിക്കുന്നൊരു കാഴ്ച, അവിടെ വെച്ച് സുബോധമുള്ളാൻ കാരണം ദൈവം തന്നെയാണ്. പക്ഷേ ഒന്ന് ഓർത്തു നോക്കിയോ, ഒരപ്പൻ്റെ കണ്ണ് വാതിൽ തുറന്ന് ഇട്ടിരിക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. എത്ര പേർക്ക് അത് വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ഇന്ന് പകൽ നമ്മളെ അനുസരിക്കാത്തൊരു അപ്പനുണ്ട്, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ ഗോഡ്സം പാസ്റ്ററെ, നമ്മൾ പിന്നെ അവൻ്റെ പുറകെ പോകുമ്പോൾ അവൻ പോകുന്നിടത്ത് പോകട്ടെ എന്ന് പറയുന്നവർ ഒത്തിരി പേര് ന്യൂയോർക്കിൻ്റെ പട്ടണത്തിൽ കാണും. പക്ഷേ ഇന്ന് പകൽ ഇറങ്ങിപ്പോയ ദൂർത്തന്മാരെ നോക്കുന്ന ചില കണ്ണ് ചിലർക്ക് ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം എന്നോട് പറയുന്നു, പന്നിയുടെ ഇടത്തിൽ വെച്ച് അവനെ തിരിക്കുന്ന ഒരു അഭിഷേകം നിന്റെ നോട്ടത്തിനകത്ത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്ന് പകൽ ഗോഡ്സൺ പാസ്റ്ററെ, ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് കീബോർഡ് വായിക്കുന്നവർ, ഒത്തിരി പേര് ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരെ നോക്കി ഇവിടെ ചില പാസ്റ്റർമാരുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു, അന്നത്തെ അപ്പൻ വാതിൽ തുറന്ന് വെളിയിലേക്ക് നോക്കിയിരുന്നത് പോലെ എങ്ങോട്ടാ നോക്കുന്നത്? അവൻ ഏത് ഏരിയയിലാ? ഇന്ന് പകൽ ആത്മാവിനോട് പറയുന്നു, നീ നോക്കുന്ന ഏരിയക്കകത്ത്, നീ കാണാത്ത ചില മേഖലക്കകത്ത് ദൂർത്തടിച്ച ചിലതിനെ തിരിക്കുന്ന, ദൂർത്തടിച്ച ചിലതിനെ പിതാവേ നിന്നോട് ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ മേഖലയിൽ എൻകൗണ്ടർ ഉണ്ടാക്കി തിരിച്ച് അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ച് കേട്ടുന്ന കർത്താവിന്റെ ശരീരത്തിന്റെ അവയവമായ ചില കണ്ണുകളെ ഇന്ന് പകൽ ദൈവത്തിന് ആവശ്യമുണ്ട്. ചില ശരീരത്തിന്റെ കണ്ണുകളെ ഇന്ന് പകൽ ദൈവത്തിന് ആവശ്യമുണ്ട്. എത്ര പേര് കരങ്ങൾ അടിച്ച് ഈ പകൽ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനോട് പറയുന്നു, എത്ര കരങ്ങൾ അടിച്ച് ഈ പകൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ നിന്റെ അവയവങ്ങൾ കർത്താവിന്റെ കണ്ണുമായി കൂട്ടിമുട്ടാൻ പോകുകയാ. മാസ്റ്ററെ സ്വത്രം, മൂത്തപുത്രന്മാർ അസൂയാവഹമായി നിൽക്കുന്ന സ്വത്രം, മൂത്തപുത്രന്മാർക്ക് സ്വത്രം ഇറിറ്റേഷൻ ഉളവാകുന്ന തിരിവിൻ്റെ കണ്ണുമായി ചില അപ്പന്മാർ ഇവിടെ എഴുന്നേക്കാൻ പോവാ. എത്ര പേർക്ക് ഈ ദൂത് പിടികിട്ടെന്ന് എനിക്കറിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒന്നാകുന്നൊരു അഭിഷേകം വേണോ? ഇന്ന് പകൽ വന്നതിനെ മാത്രം നോക്കാനല്ല, പോയതിനെ ഒന്ന് കണ്ണുവെച്ച് പ്രതീക്ഷയോടിരിക്കുന്നുണ്ടോ? ഇന്നെന്നാ ഇതുപോലെ സൂം വല്ലോ ആണോ? അവിടെ ഇരിക്കുന്നത് ഈ അപ്പനെ കാണിച്ചിട്ടില്ല, മകൻ അപ്പനെയും കാണത്തില്ല. പക്ഷെ ഈ നോട്ടമുണ്ടല്ലോ, ചിലതിനെ വലിച്ചോണ്ട് വരിക. ആത്മാവിനോട് പറയുന്നു, ഗോഡ്സൺ പാസ്റ്ററെ, സഭയ്ക്കകത്ത് നോക്കുന്നത് നല്ലതാ, ഷാജി പാസ്റ്ററെ നോക്കുന്നത് നല്ലതാ, ജോബിൻ പാസ്റ്ററെ നോക്കുന്നത് നല്ലതാ, ആൻറ്റിയെ നോക്കുന്ന നല്ലതാ. പക്ഷെ ഇന്ന് പകൽ സഭയോട് ദൈവത്തിന്റെ ദൂത, വാതില് തുറന്ന് ചില ഏരിയയിലേക്ക് നോക്ക. നീ നോക്കുന്നത് ശൂന്യതയിലേക്കല്ല, നീ നോക്കുന്നത് അസാധ്യത്തിലേക്കല്ല. ഇന്ന് പകൽ നീ കാണാത്ത ചില ഏരിയകളിൽ ഒരുവനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ചില കണ്ണുകൾ ഈ പകൽ ഇവിടെ വരുന്നുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് പോരാ 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 പോരാ. ഇതൊരു പ്രവചന ശബ്ദമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് ഈ പകൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് പകൽ ചില അപ്പന്മാർ ഇവിടെ എഴുന്നേക്കണം, ചില അമ്മമാർ ഇവിടെ എഴുന്നേക്കണം, ചില തലമുറകൾ ഇവിടെ എഴുന്നേക്കണം. ഇന്ന് പകൽ നിന്നെ എൻ്റെ ദൈവത്തിന് ആവശ്യമാണ്.
എത്ര പേർ ഇന്ന് തീരുമാനം എടുക്കും? ചില ഏരിയയിലേക്ക് ആ കണ്ണൊന്ന് ചലിപ്പിക്കാൻ റെഡിയാണോ? മൂത്ത പുത്രന്മാരും മറന്നു, വേലക്കാരും മറന്നു, പക്ഷെ അപ്പന് മറക്കാനൊക്കത്തില്ല. ഇന്ന് പകൽ കർത്താവിനോട് പറയുക, മാസ്റ്റർ ഇവിടെ വരെ മുടിയൊക്കെ ഇട്ട് ഇവിടെ മുടി ഇറക്കി നിന്നൊരു പാസ്റ്റർ മകനായോണ്ട് ഈ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതല്ല. എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ താനെടുത്ത ബൈബിൾ എന്നെ എടുപ്പിക്കുമോ? കാരണം കുലമെല്ലാം അപ്പൻ്റെ കുടുംബമെല്ലാം വലിയ പുള്ളികളാണ്. ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം മാത്രമേ ജീവിതത്തിൽ നാശമായിട്ടുള്ളൂ. ഇദ്ദേഹമാണ് ഓരോ തവണയും വസ്തുക്കൾ വിറ്റുകൊണ്ടിരിക്കും. ഒരു ഗതിയും ഇല്ലാത്തൊരു മനുഷ്യനാണല്ലോ എൻ്റെ അപ്പനെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം, ഒരിക്കലും ഈ വേലയ്ക്കകത്ത് ഇറങ്ങാതിരിക്കാൻ എൻ്റെ അകത്ത് റിബല്യൻ വരുമ്പോൾ ശുഭിൻ രക്തം ചെയ്യും. ഒരു പാതിരാത്രിയിൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാലെല്ലാരോ പിടിച്ചിരിക്കുന്നു. ഞാൻ പതുക്കെ കണ്ണു തുറന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കാലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുക, ഞങ്ങളെടുത്ത കറുത്ത വേദപുസ്തകം എടുക്കണേ. എത്ര ശക്തിയായ റിബല്യം നിന്നെ ചെയ്താലും അതേ വ്യക്തി ആരോടാണോ എതിർത്തത്, ഞാൻ ആ മുറിക്കകത്ത് ചെന്നിട്ട് പറഞ്ഞു, ഡാഡി എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കണം. ഞാൻ ഇന്ന് പകൽ ഉറപ്പ് പറയാം, എത്ര പേരിതിനെ എതിർത്താലും നിന്റെ കണ്ണ് പക്ഷേ അന്ന് എൻ്റെ അപ്പന് ചേത്തക്കാണ് ഉള്ളത്. എനിക്ക് 6ാം ക്ലാസ് മുതലേ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് വണ്ടിക്ക് ഭയങ്കര ഹരവാണ്. എനിക്ക് പെങ്ങൾ എന്നേക്കാളും 6 വയസ്സുള്ളപ്പം അന്നൊരു കൈൻഡി ഹോണ്ടായി ഉണ്ട്, കൈൻഡി ഹോണ്ടായി അന്നത്തേക്ക്. അപ്പം പെങ്ങൾ ഡാഡിയുടെ പുറകിലിരിക്കും, മമ്മി പറയും, മോളെ നീ പപ്പായുടെ പൊക്കോ. അപ്പം ഞാൻ എൻ്റെ പുറകിലിരിക്കും. അപ്പോൾ എനിക്ക് ക്രിക്കറ്റും അല്ലെങ്കിൽ ജീവിതത്തിൽ ഇവരെയൊന്നും ഇഷ്ടമേ അല്ലാത്തൊരു സമയമാണ്. പക്ഷേ പിൽക്കാലത്ത് എന്നെ യേശു തൊട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു, ഡാഡിയുടെ പുറകിൽ കയറാതെ നിൻ്റെ പുറകിൽ കയറാതെ വെറുതെയാണെന്ന് നീ വിചാരിച്ചോ? ആ കയറുന്ന സമയത്ത് പോലും വെള്ളം പോലും കുടിക്കാതെ നിൻ്റെ തോളെ കൈവച്ചത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് പകൽ ആ അമ്മയുടെ കൈ യേശുവിൻ്റെ അവയവമായി എൻ്റെ മേൽ വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ ന്യൂയോർക്കിൽ എന്നെ ഓൺലൈനിൽ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിൻ്റെ കൈ നിൻ്റേതല്ല, അത് അവൻ്റെ അവയവമാണ്. വാ തുറന്ന് ശപിക്കാതെ വാ തുറന്ന് അനുഗ്രഹിക്കുക. ശുഭിൻ രക്തം ഇന്ന് നീ കണ്ണി കണ്ടത് അവൻ എഗനസ്റ്റായി പോകുന്നത്, നീ ആത്മാവിൽ കാണ് അവൻ തിരിച്ചൊഴുകുന്നത്. എത്ര പേർക്ക് ഇത് വിശ്വസിക്കുന്നുണ്ട്? ശുഭിൻ രക്തം ജയം. ടം ബം 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 ബം. പച്ചയ്ക്ക് എതിര് പറഞ്ഞപ്പോഴും, പച്ചയ്ക്ക് പെണ്ണിൻ്റെ മുമ്പിൽ അറിയത്തില്ലെന്നും പറഞ്ഞ പത്രോസിൻ്റെ പുറകെ നമ്മൾ പോകത്തില്ല. പക്ഷേ ഇന്ന് തിബരിയാസിൻ്റെ കടൽക്കരയിൽ വാപ്പൻ ചുട്ട് മീൻ കരുതിയ കടലിന്മേ ചുട്ടിട്ട് ഒരുത്തൻ നോക്കി നിൽക്കുന്നത് ഞാൻ ആത്മാവിലിങ്ങനെ സെൻസ് ചെയ്യുക. ഇന്ന് പകൽക്കാലം ഗോഡ്സൺ പാസ്റ്റർ രണ്ടാമത്തെ ഒരു വലിയ വിളി നിങ്ങളുടെ മേൽ കിടക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞിട്ടോ പിൻകാലത്ത് ദൈവത്തെ അറിയാതെ പോയ ചിലതിനെ പിടിക്കാൻ കടൽക്കരയിൽ ചില ആ മീൻ ചുട്ട് അപ്പവുമായി നിൽക്കുന്ന യേശുവിൻ്റെ ആത്മാവുള്ള ചിലതിനെ ഇന്ന് പകൽ ഇവിടെ ദൈവം ദർശിക്കുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. എൻ്റെ ഗോഡ്സൺ പാസ്റ്ററെ ഇങ്ങനാണ് തിരുവചനം പറയുന്നത്. ബൈബിൾ ഇങ്ങനാ പറയുന്നത്. തലേ രാത്രിയിൽ എന്തോ എടുത്തു, യേശു അവിടെ ചെന്നു. യേശുവിന് ഇവർ സത്യത്തിൽ മൈൻഡ് ചെയ്തില്ലല്ലേ. പഴയ വലയും എടുത്തു, കൂടെയുള്ളവരെയും ഇറക്കി. ഗോഡ്സൺ പാസ്റ്ററെ ഇവിടെ വന്നു, ഗോഡ്സൺ പാസ്റ്റർ നമ്മളെ സ്വീകരിച്ചില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചല്ലെങ്കിൽ ഷാജു പാസ്റ്ററോട് പറയണേ, എന്നെ അങ്ങ് വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകാനല്ലേ നമ്മൾ പറയത്തുള്ളൂ അല്ലേ. ഗോഡ്സൺ പാസ്റ്റർ മൈൻഡ് ചെയ്തില്ല, സിസ്റ്റർ മൈൻഡ് ചെയ്തില്ല. പിന്നെ എത്ര നേരം വെച്ചാൽ ഇവിടെ ചവിട്ടി നിൽക്കുന്നത്? ഇനി എന്നെ കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ഞാൻ ഇവിടെ നിൽക്കാൻ. പുസ്തകം അങ്ങനല്ലേ പറയുന്നത്. കർത്താവ് ഇവിടെ നിന്നിട്ടും ഇവരിതൊന്നും അറിയാതെ
ഇവർ പോയേക്കുക വലയുമായി. സ്തോത്രം. വലയുമായി പോയേക്കുക. ഞാനായിരുന്നെങ്കിൽ എപ്പോഴേ തിരിച്ച് വീട്ടിൽ പോകാൻ. എനിക്ക് പിന്നെ ആ ശക്തിയോടെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ പാസ്റ്ററെ അവൻ്റെ വഴിയോടെ അടച്ചേന്. കാരണം ഇത്ര ശക്തിയോടെ ഒന്നാമതേ മൈൻഡ് ചെയ്തില്ല അല്ലേ, ഒരു വിലയും കൽപ്പിച്ചില്ല. അത്ര ശക്തി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പോകുന്ന വഴിക്ക് ഇച്ചിരി വഴി അടച്ചേന്. പക്ഷേ എൻ്റെ ഡാഡി അങ്ങനെ ചെയ്തില്ല കേട്ടോ, യേശു അങ്ങനെ ചെയ്തില്ല. അവനെ വെയിറ്റ് ചെയ്തു. സഭയ്ക്ക് വേണ്ടത് പേഷ്യൻസ്. ക്രിസ്തുവിൻ്റെ അവയവങ്ങളുള്ള സഭയ്ക്ക് വേണ്ടത് പേഷ്യൻസ്. ഓൺലൈനിൽ കേൾക്കുന്നവർ പേഷ്യൻസ്. ഇന്ന് നിൻ്റെ അവയവത്തിനകത്ത് വ്യാപരിക്കുന്നത് എടുത്തുചാട്ടമല്ല, പേഷ്യൻസ്. എത്ര പേര് മനസ്സിലാകുന്നു? നിനക്ക് ഇന്ന് പകൽ അവൻ്റെ അകത്തൂടെ വ്യാപരിക്കുന്ന ശക്തി വേണ്ടേ? അവനും നമ്മളുമായിട്ടൊന്നാകണ്ടേ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ സഭയോട് ദൂത് പറയാം. വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ മൈൻഡ് ചെയ്യാത്തൊരുത്തനെ നോക്കി അവന് വേണ്ടി അങ്ങ് ഫിഷ് കണലിൽ ചുടാൻ നീ തയ്യാറാണെങ്കിൽ എഴുതി വെച്ചോ. പിശാചിൻ്റെ തന്ത്രങ്ങളെ വേണമെങ്കിൽ പൊട്ടിച്ചോണ്ട് അവനെ തിരിച്ച് മാളിക മുറിയിൽ കയറ്റി യേശുവിൻ്റെ രക്തം ജയം അവനെ തിരിച്ച് അനോയിൻറ്റിലേക്ക് തിരിച്ചു വരുത്താൻ ദൈവത്തിൻ്റെ കരത്തിന് കഴിയും. ഇന്ന് പകൽക്കാല അടിച്ചിട്ടല്ല, ആക്സിഡൻ്റ് വരുത്തിയിട്ടല്ല പുത്രൻ പത്രോസിനെ കയറി പിടിച്ചത്. ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച 3 ചോദ്യത്തിനുള്ളിൽ അവൻ്റെ വാക്കിനകത്ത് പത്രോസിനെ കയറി പിടിച്ച് അവനെ മാളിക മുറിയിൽ കയറ്റിയിട്ട് അവനെ ഇറങ്ങി വന്നത് പെണ്ണിൻ്റെ മുമ്പിൽ തള്ളിപ്പറയുന്നതിനായിട്ടല്ല. ഇന്ന് പകൽ അവൻ അവസാന കാലഘട്ടത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അപ്പനെ മേളോട്ടല്ലേ തല മേളിലോ കാല് താഴെയുമല്ലേ, എന്നെ അങ്ങനെ വേണ്ട. തല താഴോട്ട് വെച്ചോ, കാല് മേളോട്ട് വെച്ചോ. എനിക്കൊരു ചോദ്യമുണ്ട്, നിനക്കെങ്ങനെ ഈ ബോൾഡ്നെസ് കിട്ടി? എന്നെ പേഷ്യൻസോട് വെയിറ്റ് ചെയ്ത ഒരപ്പനുണ്ട്. ഇന്ന് പകൽ ഈ സഭയെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞിട്ട് പിന്നത്തേതിൽ തള്ളിപ്പോയ ചിലതിനെ പിടിക്കാൻ നിന്റെ മേ കിടക്കുന്ന അനോയിന്റിങ് അത് ഭയങ്കര അനോയിന്റിങ്ങാണ്. ഓൺലൈനിൽ കേൾക്കുന്നവർ ഇന്ന് പകൽ കേട്ടോ, 3 തലമുറയുണ്ട്. ഒരു തലമുറ തെറ്റിയാൽ 2ന്റെ പുറകെ പോകാനല്ല നിന്റെ വിളി. തെറ്റിയതിൻ്റെ പുറകെ പേഷ്യൻസോട് വെയിറ്റ് നിൽക്കാം. ആ തെറ്റിൽ നിന്ന് വീണ്ടും തിരികെ ഒരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുക. യേശുവിൻ രക്തം ജയം. വിജയ ട്രാവിനെ പറ്റി കേട്ടവരൊക്കെ ഉണ്ടെങ്കിൽ കൈമുക്കിക്ക്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ഒരു സാക്ഷ്യമുണ്ട്. വാര്യാപുരം യോനാച്ചൻ എന്ന ദൈവദാസനോട് കൂടെ ഒരുമിച്ച് ആണെങ്കിൽ ഗോഡ്സം പാസ്റ്റർ ഒരുമിച്ച് ഒരു പായൽ കൊച്ചു പയ്യനായിരുന്നപ്പോൾ കരമടിച്ച് ആരാധിച്ചവനാണ് ഈ വിജയ ട്രാവൻ എന്ന് പറഞ്ഞ ദൈവദാസന്. സ്തോത്രം. അവരൊക്കെ ഒരുമിച്ചിരുന്ന് ആരാധിച്ചു. ഒരു ദിവസം കൈയടിച്ചിരിക്കുന്ന എന്നുള്ള പറഞ്ഞ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാം വലിയ യുവാക്കളാ. ഇദ്ദേഹം തീരെ ചെറുപ്പമായിരുന്നു. അദ്ദേഹത്തെ നോക്കി ജോവിൻ പാസ്റ്റർ ഇങ്ങനാണ് ആണെങ്കിൽ യോഹന്നാച്ചൻ അപ്പച്ചൻ പറഞ്ഞത്, മോനെ പാളം തെറ്റെന്ന് ഞാൻ കാണുന്നടാ. അതിൻ്റെ അർത്ഥം നീ ഒരു കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ നീ ഇത് വിടോ. പക്ഷേ ഇവൻ ഇങ്ങനെ വരുണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ വീണ്ടും പറയാ, ഈ തെറ്റിയ പാളമുണ്ടല്ലോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാളത്തിൽ തിരിച്ചു കയറുന്ന ഞാൻ കാണുന്നു. അദ്ദേഹം അടുത്ത വാക്ക്, നീ തെറ്റിക്കാൻ പിശാച് നിന്നെ തെറ്റിക്കും, പക്ഷെ മിനിറ്റുകൾക്കുള്ളിൽ നിന്നെ തിരിച്ച് എൻ്റെ അപ്പൻ പാളത്തിൽ തിരിച്ചു കയറ്റുമെന്ന്. ഇന്ന് പകൽ ആ വിജയം പറഞ്ഞു, ഒരിക്കൽ അറിഞ്ഞു പിന്നത്തേതിൽ തെറ്റിപ്പോയി, പക്ഷെ പിന്നത്തേതിൽ തിരിച്ച് പാളത്തിൽ കയറ്റുന്ന പ്രവാചകന്മാർ ഇന്ന് പകൽ ഇവിടെ എഴുന്നേക്കാൻ പോകുക. ഇന്ന് പകൽ ഞാൻ ഈ ദൈവത്തിന്റെ ദൂത് 1-ാം സെക്ഷനിൽ വിളിച്ചു പറയുമ്പോൾ ഹല്ലേലൂയ, ഒരിക്കൽ കണ്ടവർ ഒരിക്കൽ അനുഭവിച്ചവർ തെറ്റിച്ചു കളയുന്ന വ്യാപാരങ്ങൾ ഈ ദേശത്തിൽ ശക്തമാണെങ്കിൽ ഇന്ന് പകൽ പൈശാചിക മേഖലകൾ കേട്ടോ. പത്രോസിനെ തിരിച്ച് മാളിക മുറി കയറ്റിയ ദൈവത്തിന്റെ കാൽപാദങ്ങളുമായി ഈ പകൽ ചിലരിവിടെ എഴുന്നേക്കുന്ന കാഴ്ച എന്റെ ദൈവം എന്നെ കാണിക്കുന്നു.
കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക, കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. Be supernaturally infused with the strength through your life. Union with the Lord, union with the Lord, union with the Lord. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവനെ ചങ്ങല വലിച്ചും പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽ ഗോഡ്സൺ പാസ്റ്ററെ ആർക്കും അടക്കാൻ കഴിയാത്ത ഗവൺമെന്റിന്, ആത്മാവിനോട് പറയുന്നു, ഗവൺമെന്റിന്, അപ്പൻ അമ്മയ്ക്ക്, പോലീസുകാർക്ക് അടക്കാൻ കഴിയാത്തതിനെ അടക്കുന്ന കാൽവെപ്പോടുകൂടെ സഭ എഴുന്നേക്കുന്ന ഒരു കാഴ്ച എന്റെ ദൈവം എന്നെ കാണിക്കുന്നു. എത്ര പേര് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നു? ആർക്കും അടക്കാൻ കഴിയാത്ത, ആർക്കും അടക്കാൻ കഴിയാത്ത യേശുവുമായിട്ട് റീയൂണിയനാക്കി തലമുറകളെ വിടുവിക്കുന്ന ദൈവശക്തി കൈകാര്യം ചെയ്യുന്ന ഒരു തലമുറ ഈ പകൽ എഴുന്നേക്കാൻ പോകുകയാ. പക്ഷേ ഈ സഭയുടെ വിളിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ടും ചതച്ചു പോന്നു. സ്തോത്രം. ജോൺ പാസ്റ്ററെ, സുബോധമുള്ളവൻ വല്ലവനും ഇടിക്കത്തുള്ളൂ അല്ലേ? മിണ്ടുന്നില്ല. പക്ഷേ ദേഷ്യം വന്നാൽ നമുക്കിപ്പം വേറൊരുത്തിനോട് കൊടുക്കുന്ന കുഴപ്പമില്ല, കൊള്ളുന്ന അവനല്ലേ. ഇതല്ല, സ്വന്തം ശരീരത്തിന് നേരെ തിരിയുന്ന ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് പകൽ സഭ അഴിക്കാൻ പോവാം. ശുഭൻ രക്തം. ഇവിടുത്തെ ഗവൺമെൻറ്, ഷാജി പാസ്റ്റർ നേരെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റും പോലീസും ഇടപെടും. സ്വയത്തിന് നേരെ തിരിഞ്ഞാൽ എല്ലാവരും ഒന്നും ചെയ്യാനില്ല. ഇന്ന് പകൽ ഓർക്ക്, ശത്രുവിൻ്റെ തന്ത്രം എൻ്റെ കൈകൊണ്ട് വേറൊരുത്തിനെ കൊടുക്കുവല്ല, തന്നെത്താൻ ഒടുക്കിക്കളയുന്ന ചില വ്യാപാരത്തെ അഴിക്കാൻ ഇന്ന് പകൽ യേശുവിൻ്റെ കാൽവപ്പോടുകൂടെ ഗദരദേശത്ത് കാലിയൗട്ടുന്ന അധികാരം ഇന്ന് പകൽ സഭയുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ഒരു റൂമിനകത്ത് കയറി തന്നെത്താൻ കൊല്ലുന്ന തലമുറകളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. സൂയിസൈഡൽ സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ് ഇന്ന് പകൽ ചില കുടുംബങ്ങളിൽ നിന്ന് അഴിയാൻ പോകുക, ചില ദേശത്തിൽ നിന്ന് അഴിയാൻ പോകുക. തന്നെത്താൻ ചതച്ചു കളയുന്ന ചില വ്യാപാരങ്ങൾ ഇന്ന് പകൽ അഴിയാൻ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുക. എത്ര പേര് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഈ പകൽ പറ, തന്നെത്താൻ എതിര് വരുന്ന, തന്നെത്താൻ ചതച്ചു കളയുന്ന. യെസ് 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 യെസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഗോഡ്സൺ പാസ്റ്ററെ, ശരീരത്തിന് വിരോധമായി യേശുവിന്റെ നാമത്തിൽ സൂയിസൈഡ് ജയിക്കാൻ വ്യാപരിക്കുന്ന തലമുറകളെ തച്ചുടയ്ക്കാൻ വ്യാപരിക്കുന്ന വ്യാപാരങ്ങൾ ഇന്ന് പകൽ ഇവിടെ അഴിയാൻ പോകുക. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? ഇന്ന് പകൽ ഇന്ന് പകൽ ഇന്ന് പകൽ എത്ര പേര് യേശുവിൻ രക്തം ജയം, 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 യേശുവിൻ രക്തം ജയം. അമ്പരമ്പ പപ്പ പപ്പ പാപ പാപ ടകല കടക ജലക ജല കടക ഉട്ടിബെരി ബരബ ദുരിയം ധര കടക ഷൈഡ കല കടക ടകല കടക ജലക ജല കടക ഷൈഡ കല കടക അതിരി കല കടക ഷൈഡി കല കടക ടകല കടക ജല കടക ഷൈഡ കല കടക ജലം. ഓ
ഈ സഭയുടെ മേൽ കിടക്കുന്ന അധികാരം എന്നെ ദൈവം കാണിക്കുക. ജനം കൈയടിക്കുമ്പോൾ ഞാനൊരു കാഴ്ച ദൈവം എന്നെ കാണിക്കുക. മോശ ഒളിപ്പിക്കാൻ പറ്റിയില്ല, എടുത്ത് വെളിയിലിട്ടു, കുഴപ്പമില്ല. സ്വത്രം ഞാങ്ങണ ഉണ്ടാക്കി, കുഴപ്പമില്ല, കൊണ്ടടച്ചു വെച്ചു. പക്ഷേ ഇന്നൊരു മിരിയാം എഴുന്നേക്കണം. അവൻ എന്തു ഭവിക്കുമെന്നറിയാൻ നോക്കി നിൽക്കുന്ന മിരിയാം. അതൊരു നെഗറ്റീവ് വേർഡായിട്ട് എടുക്കണ്ട, ഇതിനകത്തൊരു പോസിറ്റീവ് ദൈവം കാണിക്കും. ഓ സ്വത്രം. പക്ഷേ ഇന്ന് ചില മിരിയാന്മാർ എഴുന്നേക്കാൻ പോവാ. വാഗ്ദത്തമുള്ളതിൻ്റെ നേരെ നടന്നു നീക്കുന്നത്. തുറക്കുമ്പോൾ അവൾ അറിയാം ഇത് കൊല്ലാനാണോ അതോ ജീവിപ്പിക്കാനാണോ. ഇന്ന് പകൽ വിളിയുള്ളവനെ ദൈവം കരുതുമ്പോൾ ഓടിച്ചെന്ന് പറയാൻ ചില മിരിയാന്മാരോട് എഴുന്നേക്കാൻ പോവാ. ഞാൻ ഒരാളെ കൊണ്ടുവരാം, ഇവന് പാല് കൊടുക്കാൻ. അത് വേറെ ആരുമല്ല, നർച്ചർ ചെയ്യുന്ന മാതാക്കൾ എഴുന്നേറ്റ് വരാൻ പോവാ. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്ന എനിക്കറിയത്തില്ല. ന്യൂയോർക്ക് പട്ടണത്തിൽ നിന്റെ തലമുറയെ നർച്ചർ ചെയ്യുന്നത് മിസ്രൈമല്ല, നർച്ചർ ചെയ്യുന്നത് നീയാണെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ശത്രുവിന്റെ തന്ത്രം എന്ന് പറഞ്ഞ മിസ്രൈമിന്റെ വ്യാപാരങ്ങൾ നർച്ചർ ചെയ്യിപ്പിക്കാനാണ് വ്യാപരിച്ചതെങ്കിൽ ഇന്ന് പകൽ ചില മിരിയാം എഴുന്നേറ്റ് സ്വന്തം അമ്മയെ കൊണ്ട് നർച്ചർ ചെയ്യിപ്പിച്ച് അവനെ വിളിയിലേക്ക് തിരിച്ചു വരുത്തുന്ന യേശുവിന്റെ അവയവങ്ങൾ ഇവിടെ എഴുന്നേക്കാൻ പോകുക. കരങ്ങൾ അടിച്ച് ഈ പകൽ ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയുമ്പോൾ എത്ര പേര് കരങ്ങൾ അടിച്ച് ഈ പകൽ യേശുവിന് എൻ്റെ സമയം ഏകദേശം തീർന്നു. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തോട്ട് ചേർത്ത് കൈവച്ചിട്ട് പറ, കർത്താവ് എനിക്കൊരു റീയൂണിയൻ വേണം. വേണ്ടിയവരുടെ കൈ എനിക്കൊന്ന് കാണണം. ഈ 1ാം സെക്ഷനിൽ ഒരു സമർപ്പണത്തിൻ്റെ സമയമാകണം. ഈ കണ്ണിനെ കൊണ്ട് അരുതാത്ത കണ്ട് ഇന്ന് തൊട്ട് സ്റ്റോപ്പ് ചെയ്യ്. ഈ കൈ അരുതാത്ത ഉപയോഗിച്ച് സ്റ്റോപ്പ് ചെയ്യ്. നാവ് കുറ്റം പറയാൻ ഉപയോഗിച്ച് സ്റ്റോപ്പ് ചെയ്യ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. നമുക്കിഷ്ടമില്ലെങ്കിൽ ഒരാളെ ശപിക്കണ്ട. സ്തോത്രം. നമ്മളെ അതിനല്ല ഏൽപ്പിച്ചേക്കുന്നത്, ടു ബ്ലസ് അതേഴ്സ്. എംബ്രേസ് പാസ്റ്റർ എന്നോടൊരു ദൈവദാസൻ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഒരു 25 വർഷമെങ്കിലും കാണും വല്ലതൊക്കെ പഠിക്കണമെങ്കിൽ. ഇപ്പോൾ ദൈവദാസനൊക്കെ വർഷങ്ങളായി കാണും. കോഴ്സം പാസ്റ്റർ നമ്മളൊന്നും അത്രയും വർഷമായിട്ടില്ല ഒരു പക്ഷേ അല്ലേ. എനിക്ക് തോന്നുന്നു കോഴ്സം പാസ്റ്റർ 10-30 വർഷമായി കാണും. നമ്മളൊന്നും 25 വർഷമായിട്ടില്ല, 22 വർഷമാകുന്നേ ഉള്ളൂ ഞാനൊക്കെ. നമുക്കൊക്കെ ഇപ്പോഴാണ് ചിലത് മനസ്സിലായത്. നമുക്കിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ, ജോബിൻ പാസ്റ്റർ ഇഷ്ടമല്ല, അവൻ്റെ വഴി അടയട്ടെ, അവനെ നശിക്കട്ടെ എന്നൊക്കെ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പറയാൻ എളുപ്പമുള്ളതാ. പറയണ്ട. ഇത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നിനക്ക് എതിര് പറയുന്നവരെ, നിൻ്റെ വഴി അടയ്ക്കുന്നവരെ തിരിച്ച് ബ്ലസ് ചെയ്യുന്ന അപ്പൻ്റെ യൂണിയൻ എത്ര പേർക്ക് വേണം? എത്ര പേർക്ക് ആ യൂണിയൻ വേണം? ഓ ഇവൻ തന്നെ ഇവനെ കൊല്ലുക എന്ന് പറയുമ്പോഴും തിരിച്ച് ഒറ്റ നോട്ടം നോക്കിയാൽ ഭസ്മമാക്കാം, ഒറ്റ നോട്ടം നോക്കിയാൽ അവനെ തീർക്കാം. പക്ഷെ തീർക്കാത്ത ക്രിസ്തുവിൻ്റെ ഭാവത്തിൻ്റെ യൂണിയൻ ഈ ഫസ്റ്റ് സെക്ഷനിൽ വ്യാപരിക്കാൻ പോവാ. ഇവർ ചെയ്തത് ഇന്നതെന്നറിയാതെ ഇവരോട് ക്ഷമിക്കണേ. ഇന്ന് പകൽ എത്ര പേര് കരമുയർത്തി പറയും, നമ്മുടെ നൈമിഷികമായ ആണെങ്കിൽ കോപം കൊണ്ട് പറഞ്ഞ് ചിലതിനെ അടച്ചത് ഇന്ന് തിരിച്ചു പറ. ഇവരുടെ അറിവില്ലായ്മ കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ തിരിച്ച് ക്രിസ്തുവിലേക്ക് പിടിക്കുന്ന ഒരു തലമുറ ഇവിടെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവമക്കളെ, നമുക്ക് ഈ കഥയെല്ലാം അറിയാം. ഞങ്ങളെ വിടണേ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു ഓക്കെ പറഞ്ഞു. എത്ര പേരാ മരിച്ചത്? 2000 പന്നി മുക്കിക്കളയുന്ന വ്യാപാരമായിരുന്നു ഒരുവൻ്റെ മേൽ കടന്നത്. ഇന്ന് പകൽ ഇപ്പോഴും പലരും ജീവനോടിരുന്നത്
ദൈവത്തിൻ്റെ കരുണ കൊണ്ട്. ചില മാതാക്കളോട് ഞാൻ ദൂത് പറയുന്നു, നിന്റെ തലമുറമേൽ വന്ന് വീണത് മുക്കി കൊന്നു കളയാൻ വന്ന വ്യാപാരമാണ്. പക്ഷെ നീ ഇടയ്ക്ക് നിന്ന് കരഞ്ഞത് കൊണ്ട്, നീ ഇടയ്ക്ക് നിന്ന് ഇടിവിൽ നിന്നുകൊണ്ട്, അത് വേറൊരു വ്യക്തിയിലാണെങ്കിൽ അവൻ തീർന്നു പോയേനെ. ഇപ്പോഴും അവൻ ജീവനോടിരുന്നത് ദൈവത്തിൻ്റെ കരമാണ്. ഗോഡ്സൺ പാസ്റ്ററെ, ഈ ദേശത്ത് കാല് ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ഒത്തിരി പേര് നഷ്ടപ്പെട്ടു പോയേനെ. ഗദരദേശത്ത് നീ കാല് ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ആൻറ്റി ഒത്തിരി പേര് നശിച്ചു പോയേനെ. ഇന്ന് പകൽ ഗോഡ്സൺ പാസ്റ്റർ എഴുതിയിട്, ഇങ്ങനെയുള്ള ചിലത് പിടിക്കപ്പെടും. അവൻ ത്രൂ ദക്കപ്പൊലി പിടിക്കും. ഇന്ന് റോക്ക്ലൻഡിൽ പാസ്റ്റർ ഗോഡ്സൺ നിൽക്കുമ്പോൾ, പാസ്റ്റർ ഗോഡ്സണിലൂടെ പുറത്തു വരുന്ന ചില വ്യക്തികൾ ദേശങ്ങളെ, പട്ടണങ്ങളെ പിടിക്കുന്ന ചില അഭിഷക്തന്മാർ ഇറങ്ങി വരും. ഇന്ന് പകൽ എത്ര പേര് ദൈവത്തെ സ്തുതിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ ദൂത് ഞാൻ അകത്തു പറയുമ്പോൾ ഈ പ്രവചന ദൂത് ഓൺലൈനിൽ കേൾക്കുന്ന മാതാവേ, ഓൺലൈനിൽ കേൾക്കുന്ന പിതാവേ, നിന്റെ തലമുറ ഇന്ന് മകളൊരു വിടുതല. ഈ 1-ാം സെക്ഷനിൽ യുവജനങ്ങൾ ഒത്തിരി ഇരിപ്പുണ്ട്. എന്നെ തോപ്പിച്ചെടുത്ത് എൻ്റെ ദൈവം എന്നെ ജയിപ്പിക്കുന്ന വിശ്വസിക്കുന്നവരുടെ കൈയൊന്ന് പോക്ക്. യുവജനങ്ങളെ ഇങ്ങോട്ട് നോക്കി. മോനെ, എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു, എൻ്റെ പേര് പക്ഷേ ഒരു 5 മിനിറ്റോടെ എടുത്തോണ്ടേ, 5 മിനിറ്റോടെ നിർത്താമേ. എൻ്റെ ഒരു കൂട്ടുകാരൻ പേര് പ്രിൻസ്. ഒരുമിച്ച് പാപങ്ങൾ ചെയ്ത് നടന്നവർ. പക്ഷെ ഞാൻ യേശുവിനെ കണ്ടപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, അവൻ യേശുവിനെ കാണണം. എൻ്റെ 19-ാം വയസ്സിൽ അവനൊരു വലിയ ലെറ്റർ എഴുതി. വായിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ദേശം മുഴുവൻ പാട്ടായി. ഞാൻ നാട്ടിൽ വന്നപ്പം ഒരു പെണ്ണ് പറയാം, നീ അച്ഛനായതും പോരാ, മറ്റുള്ളവരെയൊക്കെ അങ്ങ് ഗുണപ്പെടുത്തും. അപ്പോൾ എനിക്ക് മനസ്സിലായി എഴുതിയത് മുഴുവൻ പാട്ടുപോയി. സ്വത്രം ചിരിച്ചു തള്ളി. അവനും കല്യാണം കഴിച്ചു, ഞാനും കല്യാണം കഴിച്ചു. അവന് 3 പിള്ളേർ, എനിക്ക് 3 പിള്ളേർ. ഇന്നേക്ക് 2016 ഇന്നേക്ക് 5-8 വർഷത്തിന് മുമ്പ് ഞാൻ അവനെ വീട്ടിൽ വിളിച്ചു. അവൻ യേശുവിനെ വേണ്ട, അവൻ്റെ അപ്പന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, യേശുവിനെ വേണ്ട. അപ്പം അവൻ പറഞ്ഞു, നീ വല്ലതും പറഞ്ഞു, എന്നോട് വല്ലതും പറഞ്ഞാൽ മതി, എൻ്റെ ഭാര്യയോടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു, ചുമ്മാതെ വീട്ടിലോട്ട് വരാമല്ലോ, മക്കളെയും കൊണ്ട് വാ, ഒരുമിച്ച് സംസാരിക്കാം. എനിക്കറിയാം ഒരിക്കലും യേശുവിനെ ആ മേഖലയിൽ കാണത്തില്ല. പക്ഷെ അന്ന് ഞാൻ വീണ്ടും എടുത്തിട്ടത് ഇഷ്ടക്കേടുണ്ടായി. വീണ്ടും സംസാരിച്ചു. എൻ്റെ ഭാര്യ ഇത് കേട്ടോണ്ട് ഇച്ചിരി നേരമൊക്കെ ഇരുന്നു. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഞാൻ പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു, ഒന്നുകൂടി ഇന്ന് വരണം. പിള്ളേരൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റായി. അവൻ മനസ്സോടെ അന്ന് വന്നു. ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിൻ്റെ യേശുവിനെ എനിക്ക് വേണം. പക്ഷെ അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ പറയാ, എൻ്റെ അച്ചാച്ചൻ കാണുന്ന ദൈവത്തെ എനിക്ക് വേണം. കോന്നിയിലൊരു സ്ഥലത്ത് കൊണ്ടുപോയി മുക്കാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. മക്കളെ, നിങ്ങളുടെ മേൽ കിടക്കുന്ന അനോയിൻറ്റിങ് അത് ഭയങ്കരമാണ്. ഓൺലൈനിൽ കേൾക്കുന്നവരെ, നിൻ്റെ മേൽ കിടക്കുന്ന അനോയിൻറ്റിങ് ഒരു പാസ്റ്റർക്ക് ചെയ്യാൻ പറ്റാത്തത്, ഒരു പ്രസംഗത്തിന് ചെയ്യാൻ പറ്റാത്തത് മക്കളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് പകൽ സംഭാഷ ഇടയ്ക്കിടയ്ക്ക് അവനിപ്പം പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എവിടെയെല്ലാം സൂം കേട്ടുമ്പോൾ അവൻ തുറന്ന് അവൻ്റെ ഭാര്യ എനിക്ക് വായിച്ചു തരുന്നത് ഞാൻ കണ്ടു. ഇതെൻ്റെ മിടുക്കല്ല, നിന്റെ നാക്ക് യേശുവിൻ്റെ നാക്കായി മാറും. പിൽക്കാലത്ത് അവനോട് പറഞ്ഞു, അന്ന് സംസാരിച്ചപ്പോൾ ഒരു കാന്ത വലയം എന്നെ പിടിച്ചത്. ഫെയ്ത്സൻ്റെ വാക്കിനകത്ത് എവിടെ കാന്തം ഇരിക്കുന്നത്?
യേശുവിൻ്റെ ശക്തി വഹിക്കണമെങ്കിൽ അവൻ്റെ ആ സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് ഇൻഫ്യൂസ് ചെയ്ത് നിൻ്റെ ലൈഫിനോട് ഇറങ്ങിയാൽ മാത്രമേ നിൻ്റെ നാക്കിനകത്തൂടെ ദൈവം ഇറങ്ങത്തുള്ളൂ. ആമേൻ. മോനെ, ഞാൻ ഈ പറയുന്നതൊന്നും കൈയടിക്കാനോ ഞാൻ വലിയ പുള്ളിയാന്ന് പറയുന്നത്. പക്ഷേ ഞാനൊരു രാജ്യത്ത് ചെന്നപ്പോൾ എനിക്ക് ട്രെയിനിൽ കൂടെ പോകേണ്ടി വന്നു, ട്രെയിനിൽ. പക്ഷേ ഈ ട്രെയിനിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊറീസ് പാസ്റ്റർ ബൈബിൾ വായിക്കേണ്ട കാര്യമുണ്ട്, മിണ്ടുന്നില്ല. ഞാൻ അങ്ങനൊന്നും പബ്ലിക്കിൽ കാണിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷെ അന്ന് എന്നോട് ദൈവം പറയാം, ഓപ്പൺ ദ ബൈബിൾ ആൻഡ് റീഡ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ മോനെ റോമാലേഖനം അങ്ങോട്ട് തുറന്ന് 1 തൊട്ട് ആ മൊത്തം അധ്യായം ഒറ്റ ഇരിപ്പിന്. ഇപ്പം എൻ്റെ പണ്ട് ശീല തുടങ്ങിയിട്ടുണ്ടോ ഒരു അധ്യായം അങ്ങ് തീർക്കണം. പക്ഷേ അത് മുമ്പിൽ കുറച്ച് പേരൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനെ വെളി രാജ്യമല്ലേ, ആരും നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരും മൈൻഡ് ചെയ്യത്തില്ല. നമ്മളിനിയും എന്തൊക്കെ കാണിച്ചാലും ആരും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. 50 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതിന് എന്നെ ഇങ്ങനെ നോക്കുക. അദ്ദേഹം എന്നോടൊരു ഒരു നമ്മുടെ ഭാഷക്കാരല്ല, വേറൊരു ഭാഷയാണ്. നമ്മുടെ കളറല്ല, വേറൊരു കളറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, റീഡിങ് ദ ബൈബിൾ. യെസ്. ഞാൻ മലയാള ഭാഷ വായിക്കുന്നത്. ഇപ്പം വേദോസ്തവമെന്ന് എല്ലാവർക്കും പിടി കിട്ടുമല്ലോ. ഞാൻ വായിക്കുന്ന ഇംഗ്ലീഷല്ല, മലയാളമാണ്. ഞാൻ പറഞ്ഞു, യെസ്, ഞാൻ വായിക്കുന്നത് ബൈബിളാണ്. എന്നോട് പറയാ, ഞാനൊരു ക്രിസ്ത്യനാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ അകന്നുപോയി. പക്ഷെ നീ വായിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അടുപ്പം. അടുത്ത വാക്ക് എന്നോട് പറയാ, ക്യാൻ യു പ്രേ ഫോർ മീ? എന്നിട്ട് കൈ തന്നിട്ട് എന്നോട് പറയാ, ഇന്ന് മുതൽ ഞാൻ വായിക്കും. ഞാനത് കൈയടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് ഞാൻ വായിക്കാൻ വേണ്ടി ആരെയും, നിങ്ങൾ അവിടെ ഇല്ല, എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ട് ആരും ഇത് കണ്ടില്ല. ഞാൻ പോയ വഴിക്കകത്ത് അന്ന് എന്നെ സമർപ്പിച്ച് ആ ട്രെയിനെ വെച്ച് ഞാൻ ആ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, അന്നവൻ തിരിച്ച് ബൈബിൾ എടുത്തു. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ റോക്ക്ലൻഡ് ചർച്ചിനെ മുഴുവനും ക്രിസ്തുവിൻ്റെ മയമാക്കി, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാക്കി ചിലരെ പൊക്കിയെടുക്കാൻ ഒരഭിഷേകമുണ്ട്.